السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളിയ എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ റബ്ബ് നമ്മളെ വെറുതെ സൃഷ്ടിച്ചതല്ലെന്നും ഈ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടെന്നും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി നമ്മൾ ചെയ്യുന്ന സകല കർമ്മങ്ങളെയും അല്ലാഹു കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ടെന്നും ആ രേഖകളൊക്കെ ഹാജരാക്കിക്കൊണ്ട് മരണത്തിനു ശേഷം നമ്മുടെ ഖബറുകളിൽ നിന്ന് നമ്മളെല്ലാവരും ആ വിചാരണയ്ക്ക് വേണ്ടി ഒറ്റക്കൊറ്റക്കായി റബ്ബിൻ്റെ മുമ്പിലേക്ക് ഹാജരാകേണ്ടി വരുമെന്നും അന്നേ ദിവസം നമ്മുടെ വായകൾക്ക് സീല് വെക്കപ്പെടുമെന്നും നമ്മളെ കൈകൾ സംസാരിക്കുന്ന, കാലുകൾ സാക്ഷി പറയുന്ന, ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ വിളിച്ചു പറയുന്ന, ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും അപകടം പിടിച്ച ആ ദിവസത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഈ ജീവിതം അല്ലാഹുവും റസൂലും പറഞ്ഞതിനനുസരിച്ച് ക്രമപ്പെടുത്താൻ ആരാണ് തയ്യാറാകുന്നത് എന്നതാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക ആളുടെ മകനായി മകളായി ഒരു പ്രത്യേക കുലത്തിൽ നമ്മൾ ജനിച്ചു. ഇനിയും നമ്മുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരു ചെറിയ കാലഘട്ടത്തിന് ശേഷം അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കും. ഈ ഒരു ചെറിയ ആയുസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് നേടി എന്നതല്ല, നമ്മൾ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നത് മാത്രമാണ് നാളെ വിചാരണക്ക് വരിക. വിജയമായി
ദുനിയാവിൻ്റെ എന്തെങ്കിലും വിഭവങ്ങൾ നേടുക എന്നത്, അങ്ങനെയാണ് ഈ ജീവിതത്തിൻ്റെ ഒരു വൈബ് നമുക്ക് നൽകിയിട്ടുള്ളത്. കുറേ ജോലി, ശമ്പളം, പദവികൾ, സ്ഥാനമാനങ്ങൾ, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല വരുമാനം, അല്ലേ, നല്ല റിയൽ എസ്റ്റേറ്റ്, നല്ല സ്ഥലങ്ങൾ, ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ വിജയമായി നമ്മൾ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ പിശാച് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊക്കെ നേടുന്നതിലാണ് നമ്മൾ സന്തോഷം കാണുന്നത്. ഇതൊക്കെ ഇല്ലാത്തതും നഷ്ടപ്പെടുന്നതും പരാജയമായി കാണുന്നു. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 1,00,000 ചില്ലാനം അമ്പിയാക്കന്മാരെ ഭൂമിയിലേക്ക് അയച്ചത്. അല്ലാഹു മലക്കിലൂടെ അവർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകിയത്, ഇതൊക്കെ കൃത്യമായിട്ട് ഈ ലക്ഷ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാനും ആളുകളെ ബോധവൽക്കരിക്കാനും അവരുടെ ജീവിതം അതിനനുസരിച്ച് ക്രമപ്പെടുത്താനുമുള്ള ആഹ്വാനമാണ്. അതിലാർക്കാണ് വിജയിക്കാൻ സാധിച്ചത്? അവരാണ് സഹോദരങ്ങളെ ശരിയായ വിജയികൾ. അല്ലാതെ ഇവിടെ എന്തെങ്കിലും നേടിയതുകൊണ്ടോ ഇവിടെ എന്തെങ്കിലും നേടാതെ പോയതുകൊണ്ടോ അല്ല ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. ഈ ശരിയായ ഒരു വിശ്വാസവും പ്രവർത്തനവും ആർക്കാണ് നേടാൻ ജീവിതത്തിൽ സാധിച്ചത്? ആരാണ് അതിന് ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും വില കൽപ്പിച്ചത്? ഈ ഒരു ശരിയായ വിശ്വാസത്തിന്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നു, അല്ലേ? വളരെയേറെ പ്രയാസങ്ങളും പീഡനങ്ങളും സഹിച്ചാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്തിയത്. മക്ക കാലഘട്ടം നമുക്കറിയാം, 13 വർഷം പീഡനങ്ങളുടെ കാലമായിരുന്നു. എന്താണ് അവിടെ പീഡനം കിട്ടാൻ മാത്രം? എന്താണ് പുതിയതായിട്ട് നബി കൊണ്ടുവന്നത്? അവർക്ക് അള്ളാഹുവിനെക്കുറിച്ച് അറിയാം. ഖുർആനിലെ ആയത്തുകളിലൂടെ അള്ളാഹ് പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? അവർക്കറിയാമായിരുന്നു റബ്ബ് ആരാണ്, അള്ളാഹു ആരാണ്, ആകാശഭൂമികളെ പടച്ചതാരാണ്. അതൊക്കെ മക്കക്കാർക്ക് നേരത്തെ അറിയാമായിരുന്നു. മരിപ്പിക്കുന്നത് ആരാണ്, ജീവിപ്പിക്കുന്നത് ആരാണ്, അതൊക്കെ മക്കക്കാർക്കറിയാം. പിന്നെ എന്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വന്നത്, പ്രവാചകനായി അവതരിച്ചത്? അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയാനാണോ? അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ഇവിടെ ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾ പടച്ചവനോട് ദ്വേർക്കണം കേട്ടോ, നിങ്ങൾ പടച്ചവനോട് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ പ്രശ്നം എവിടെയാണ്? എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പീഡനത്തിന് വിധേയരായത്? കണ്ണിലുണ്ണിയെപ്പോലെ കണ്ടിരുന്ന നബിയെ, വിശ്വസ്തനായി അല്ലമീനായി അറിയപ്പെട്ടിരുന്ന പ്രവാചകൻ. നിങ്ങളായിരിക്കും മക്കക്കാർക്ക് നബിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അല്ലമീൻ എന്നാണ് വിളിച്ചിരുന്നു. എന്തൊരു ഇഷ്ടമായിരുന്നു നബിനെ. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പം പരിഹാരത്തിന് നബിൻ്റെ അടുത്തേക്ക് അവർ വന്നിരുന്നു. അത്രയും സുസമ്മതനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പം എല്ലാവരും തെറ്റി, കുടുംബക്കാർ തെറ്റി, നാട്ടിൽ നിന്ന് പുറത്തായി, വീട്ടിൽ നിന്ന് പുറത്തായി, ഉപദ്രവിക്കാൻ തുടങ്ങി. പീഡനങ്ങൾ ആരാണ് ഉപദ്രവിക്കണത്? കുടുംബക്കാരാണ്. നേരത്തെ അല്ലമീൻ എന്ന് വിളിച്ചവരാണ്, നേരത്തെ സ്നേഹം കൊണ്ട് വീർപ്പ് മിട്ടിച്ചവരാണ് ഇപ്പോൾ ഉപദ്രവിക്കണത്. എന്തിനാ സഹോദരങ്ങളെ? അള്ളാനെ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടല്ല, അള്ളാനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ്. ലാത്തനെ വിളിക്കരുത്, മനാത്തനെ വിളിക്കരുത്. നിങ്ങൾ അള്ളാനെ വിളിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അള്ളാനോട് ദ്വേർക്കണം കേട്ടോ എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ബദരീങ്ങളെ വിളിക്കരുത് കേട്ടോ, അത് ശിർക്കാണ് കേട്ടോ, നരകത്തിൽ പോകും കേട്ടോ, കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരും കേട്ടോ എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, റബ്ബായ അള്ളാഹുവിന് മാത്രമേ ആരാധന നൽകാവൂ, അള്ളാഹുവിന് മാത്രമേ നേർച്ച നേരാൻ പാടുള്ളൂ. ബദരീങ്ങൾക്ക് നേർച്ച നേരാൻ പാടില്ല. ഓമാനാർ ശുഹദാക്കളുടെ പേര് നേർച്ച നേരാൻ പാടില്ല കേട്ടോ. നിങ്ങൾക്ക് പടച്ചോന് മാത്രമേ നേർച്ച കൊടുക്കാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത് അത്രേ ഉള്ളൂ. നിങ്ങൾ ലാത്തയെ ആരാധിക്കരുത്, മനാത്തയെ ആരാധിക്കരുത്. ആരാണ് ലാത്ത? ലാത്ത എന്ന് പറഞ്ഞാൽ അവിടെ ജീവിച്ചിരുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു കുറച്ച് കാലം മുമ്പ്, നബി വരുന്നതിൻ്റെ കുറച്ച് കാലം മുമ്പ്. അയാൾ മരിച്ചു പോയപ്പോൾ ആൾക്കാർ അയാളെ വിളിക്കാൻ തുടങ്ങി. എന്താ, അയാൾ വലിയ ആളായിട്ടൊന്നുമല്ല, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞത്. ലാത്തക്ക് പ്രത്യേക കഴിവുണ്ടെന്നൊന്നും അവർക്ക് വിശ്വാസമല്ലേന്ന്.
ഒരു പറ്റ കുടുങ്ങിയ പടച്ചോനെ തന്നെ വിളിക്കുക. ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വിളിച്ചിരുന്നത്, അള്ളാഹിലേക്ക് അടുപ്പിക്കാൻ. അല്ലാതെ അള്ളാൻ്റെ കൈവ് നോൽക്കുന്നുണ്ട് നോൽക്ക് വിശ്വസിച്ചിട്ടൊന്നുമില്ല, അള്ള കൊടുത്ത കൈവ് തന്നെയാണ്. പക്ഷെ അത് പാടില്ല. അങ്ങനെ പടച്ചോൻ ആരും കൈവ്, അങ്ങനത്തെ ഒരു കൈവ് ആർക്കും കൊടുത്തിട്ടില്ല. അടുപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹുവിനോട് നേരിട്ടാണ് ചോദിക്കേണ്ടത്. അപ്പം ആ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിലാണ്, ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ പീഡനമേറ്റത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസം ഉണ്ടായത്. ഇപ്പോൾ നോമ്പ് നിർബന്ധമാക്കി. എന്തിനാ നോമ്പ് നിർബന്ധമാക്കി? ശുദ്ധ ഖുർആനിൽ ബഖറയില ആയത്തുണ്ട്. എന്താണ്? കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നമ്മൾ കുറേ വട്ടം കേട്ടതാണ്. തെക്കുവണ്ടാകാനാണ് നോമ്പ്. ഞാൻ കുറേ ആലോചിച്ചു, എന്താ ഇപ്പോൾ ഈ രാവിലെ ഇപ്പോൾ നമ്മളൊരു 2 വെള്ളപ്പം തിന്നു, പത്തിരിയാണെങ്കിൽ ഒരു 3-4 തിന്നു അല്ലേ, നല്ല കറി കിട്ടിയാൽ ചപ്പാത്തി ഒരു 3 തിന്നു, ഉച്ചക്ക് നേരം കിട്ടിയാൽ ചോറ് കഴിച്ചു, തിരക്കാണെങ്കിൽ ചിലപ്പോൾ ചോറ് കഴിക്കാൻ പറ്റിയില്ല എന്ന് വരും. ആ ഒരു ചായയും ചോറും തിന്നാന്ന് അങ്ങനെ തെക്കുവുണ്ടാകുക. ഒരു ദിവസം പട്ടിണി കിടന്ന തെക്കുവുണ്ടാവുമോ? നോമ്പ് നിർബന്ധമാക്കിയത് തെക്കുവുണ്ടാകാനാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു ചായ കുടിച്ചാൽ നെലിപ്പോൾ തെക്കുവുണ്ടാവുമെന്ന്? അള്ളാഹു പറഞ്ഞതിലൊരു കാര്യമല്ലേ. ഇപ്പം എങ്ങനെയാണ് സഹോദരങ്ങളെ നോമ്പിൽ തെക്കുവുണ്ടാകുക? ഒരു ചായ കുടിച്ചാൽ. അപ്പോൾ ഈ മുട്ടുവേദനയുള്ള സ്ത്രീകളൊക്കെ കാണിക്കാൻ വേണ്ടി വരും. മരുന്നൊക്കെ എഴുതി പോകാൻ നേരത്തെ ഒരു ചോദിക്കും, ഏതായാലും 10-250 ഉറുപ്പ്യ തരുന്നതല്ലേ, വെറുതെ എന്തെങ്കിലും കിട്ടുമൊക്കെ വേണ്ടിയിട്ട്, തടി ഉറക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ ചോദിച്ചു. ഞമ്മക്കിപ്പോൾ എന്താ പറയാനുള്ളവരോട്? തീറ്റ കുറക്കണം എന്നല്ലാണ്ട് അപ്പോൾ പുതിയ അറിവൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരൊക്കെ പറയണൊരു മറുപടി ഉണ്ട്, എല്ലാവരും ഒരേ മറുപടിയാണ് പറയൽ. കാര്യമായിട്ടൊന്നും തിന്നണില്ല ഡോക്ടറെ, രാത്രിക്ക് വെറും വെള്ളം കുടിച്ചാൽ ഉറങ്ങൽ, രാവിലേക്ക് ഒരു ദോശ തിന്നെങ്കിലുള്ളൂ, അതന്നെ ചിലപ്പം തിന്നലില്ല. പിന്നെ എന്താ വെച്ചാൽ കുട്ടികളെ ബാക്കിയുള്ളതൊക്കെ തിന്നും, അതിനൊന്നും കണക്കുണ്ടാവില്ല. കണക്കുള്ളത് അനുസരിച്ച് വളരെ കുറവാണ്. അപ്പം എന്താ ഒരു അപ്പം അത് തിന്നാതെക്കുക എന്നുള്ളത് വലിയൊരു ഇടങ്ങേറല്ല അല്ലേ? ഒരു ദിവസം ഇപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കുക, ഉച്ചക്ക് ചോറ് കഴിക്കാമെന്നൊന്നും അത്ര വലിയൊരു ഇടങ്ങേറൊന്നുമല്ല, ത്യാഗമൊന്നുമല്ല. പിന്നെ എന്താ നോമ്പിനെങ്ങനെ തെക്കുകൊണ്ടാണ്? ഇതാരോടാണ് സഹോദരങ്ങളെ പറഞ്ഞത്? ഇതാർക്കാണ് ഈ ആയത്തിറങ്ങിയത്? നമ്മളെപ്പോഴും ഖുർആൻ ഓതുമ്പോഴേ ഇത് ഖുർആൻ എന്ന് പറഞ്ഞത് കുറച്ച് മനുഷ്യന്മാർക്ക് ഇറങ്ങിയതാണ്. ആ 1400 കൊല്ലം മുമ്പ് മക്കയിൽ ജീവിച്ച കുറച്ച് ആൾക്കാർക്കാണ് ഇത് ആദ്യത്തെ ഇറങ്ങണത്. അതിന് നമ്മളത് അടർത്തി മാറ്റാൻ പാടില്ല. അതാണ് മൻഹജ് എന്ന് പറഞ്ഞാൽ. ഓരെങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഓർക്ക് ആയത്തെപ്പോഴാണ് ഇറങ്ങണേ? എപ്പോഴാണ് നോമ്പ് നിർബന്ധമാക്കണേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്ന സമയത്താണ് നോമ്പ് നിർബന്ധമാക്കുന്നത്. അപ്പം മക്കീന്ന് മദീനത്തേക്ക് വരിക. നമ്മളെ മനസ്സിലെപ്പോഴും എന്താ പറയുക, നമുക്ക് എങ്ങനെ പറഞ്ഞാലും ഹിജറ പോയി. അപ്പോൾ ഉംറക്കൊക്കെ ആൾക്കാർ മക്കന്ന് മദീനത്തേക്ക് നല്ല AC വണ്ടിയിൽ പോയ ഓർമ്മയ്ക്കാരം. നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് താമസം മാറുക പറഞ്ഞാൽ എന്താ, നമ്മളെ സാധനങ്ങളൊക്കെ എടുത്ത് 407 കയറ്റിക്കാണ്ട് ഇപ്പോൾ ഇവിടുന്ന് മലപ്പുറത്ത് നിങ്ങൾ കോട്ടയക്ക് താമസം മാറിയാൽ നിങ്ങളെ സാധനമൊക്കെ 407 കയറ്റി ആദ്യം കോട്ടയ്ക്ക് കൊണ്ടുപോയി ഇറക്കും. അവിടെ നല്ലൊരു പെര വാടകയ്ക്ക് എടുക്കുകയൊക്കെ ഉണ്ടാവും. മലപ്പുറം ATM എന്ന് വലിച്ച പൈസ ഞങ്ങൾ കോട്ടയ്ക്ക് ATM എന്ന് വലിച്ചു. അതാണ് ഇപ്പം നമ്മളെ ഹിജറ പറഞ്ഞാൽ. ഹിജറ ഇങ്ങനെ അല്ല സഹോദരന്മാരെ. ഹിജറ പറഞ്ഞാൽ ഒന്നുമില്ലാതെ പോവുകയാണ്, ഒക്കെ ഇവിടെ ഇട്ടിട്ട് പോവുകയാണ്. നിങ്ങളെ കച്ചവടം നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ് മദീനത്തേക്ക്. സീറോണ്. മദീനയിലെത്തിയ ഒന്നുമില്ല. അവിടെ ബാക്കിയുള്ളവരുടെ തണൽ, അൻസാരികളുടെ വീടിൻ്റെ ഓരത്താണ് താമസം. സ്വന്തമായിട്ടൊന്നുമില്ല. രണ്ടാമത് സീറോന്ന് തുടങ്ങുകയാണ്. അപ്പം മക്കത്ത് നടക്കുന്ന ചർച്ച എന്താ അറിയാക്ക്? ഈ പഹയന്മാർ മദീനത്ത് ചെന്നിട്ട് ഞാൻ അവിടെ സ്ട്രോങ് ആയാൽ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് തന്നെ വരുവര്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു നിലക്കും നിൽക്കാൻ സമ്മതിക്കുക, അതുവരെ അവിടെ നിന്നും പായിപ്പിച്ചണം. അതിൻ്റെ ചർച്ച മക്കത്ത് നടക്കുകയാണ്. ഒരു യുദ്ധത്തിൻ്റെ കോലാഹലം, സന്നാഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ബദർ എന്ന് പറഞ്ഞാൽ റമളാനിലാണ് നടന്നത്. നോമ്പ് വെൽക്കുമ്പോഴാണ് ബദർ നടന്നത്. അതിൻ്റെ കുറച്ച് മുമ്പാണ് നോമ്പ് നിർബന്ധമാക്കുന്നത്. നമ്മളെ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുബൈസ്കരിച്ച് കടന്നുറങ്ങി ഒരു 8:30 ഇങ്ങനെ നീച്ചെന്നിട്ട് പെണ്ണുങ്ങളൊക്കെ നീപ്പിച്ചിട്ട് ഇന്നിപ്പോൾ എന്താ, ഇന്നലെ പത്തിരി എന്ന്, കുറേ ദിവസമായി പത്തിരി തന്നെ, നാളെ മന്തിയാക്കുന്നന്ന്.
മന്തി ഇപ്പം എല്ലാവർക്കും പറ്റില്ല, ബിരിയാണി തന്നെ ആക്കാം. 4 മണിക്ക് ഇപ്പം എന്താ സമൂസ മടുത്തുകണ്, എന്നും അതന്നെ ഒരു സമൂസ. ഇതാണ് ഇപ്പം നമ്മളെ നോമ്പ് പറഞ്ഞാൽ. വൈകുന്നേരം ഇപ്പം എന്താ തിന്നണ്ടേ, 4 മണിക്ക് എന്താ കടി, നിങ്ങൾ പോയിട്ട് കുറച്ച് വേറെ എന്തെങ്കിലും കൊണ്ടുവരേ, വില കിളിക്കൂടോ. സഹോദരങ്ങളെ, നോമ്പ് നിർബന്ധമാക്കിയ മനുഷ്യന്മാരുണ്ടല്ലോ, ആ സഹാബത്ത്, അവരാലോചിച്ച് നോക്കി. അസ്തിത്വ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്, ഒന്നുമില്ലാതെ സീറോയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ തിന്നാനൊന്നും ഇതേമാതിരിയൊന്നും അല്ല, എപ്പോഴൊന്നും ഇല്ല. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചരിത്രം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ്, രാത്രി നബി കിടന്നുറങ്ങി, വിശന്നിട്ട് ഉറങ്ങിയിട്ട് ഉറക്കം വരുന്നില്ല, നീറ്റ് നടക്കുകയാണ്, പുറത്തിറങ്ങിയേക്കാണ്. അങ്ങനെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ നിഴലിങ്ങനെ 2 നിഴലിങ്ങനെ വരിക ഇരുട്ടത്ത്. ആരാ? അടുത്തെത്തിയ പാള മനസ്സിലായി, അബൂബക്കർ റളിയല്ലാഹു ഉമർ മാ അഖ്റജകുമാ മിൻ ബുയൂത്തികുമാ ആദിഹി സാ. ചോദിക്കാണ്, എന്താ പിയ ആ സമയത്ത് ഇങ്ങനെ പുറത്തിറങ്ങിയ നിങ്ങൾ രണ്ടാളും കൂടി? അൽ ജൂഉ യാ റസൂലല്ലാഹ്, വിശന്നിട്ടാണ് നബി. വിശന്നിട്ട് പുറത്തിറങ്ങിയൊക്കെ. നമ്മളൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ അങ്ങനെ ഉറങ്ങിയിട്ട് കിടന്നിട്ട് ഉറക്കം വരാത്ത ദിവസം ഉണ്ടാവും. എന്നറിയോ? രാത്രി കല്യാണത്തിന് പോയിട്ട്, ഒരു മുതലാളിൻ്റെ കല്യാണത്തിന് പോയിട്ട് മന്തിയും കപ്സയും അവിടെയുള്ള ഐസ്ക്രീമും ഒക്കെ കൂടി തിന്ന് പള്ളിയിലിരുത്തായിട്ട് ചിലപ്പോൾ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഗ്യാസ് കയറിയിട്ട്. ഇതല്ല, തിന്നാൻ കിട്ടായിട്ട് ഉറങ്ങാൻ നോക്കിയിട്ട് ഉറങ്ങാനും പറ്റണില്ല. അതാണ് ഒരു ചരിത്രം. ഓരോടാ പറയണേ നോൻപ് വിൽക്കണമെന്ന്. ഓർക്ക് ആകെ ഉള്ളത് വെള്ളം കൂടിയാ പകല് ചൂടത്ത്, അതും പറ്റൂലെന്ന്. ഓർക്കാണ് നോമ്പ് നിർബന്ധമാക്കിയത്. അവരുടെ മനസ്സ് സഹോദരങ്ങളെ നമ്മൾ പഠിക്കണം. എന്നിട്ട് ആ നോമ്പിനെ പറ്റിയ ഖുർആൻ പറയണത് എന്ത്? അള്ളാഹു നോമ്പ് നിർബന്ധമാക്കി ആയത്ത് ബക്കറയിൽ ഇങ്ങനെ പറയുമ്പോൾ അടുത്ത ആയത്തിൽ ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഇങ്ങനെ ഓതി വന്നാൽ പിന്നെ എന്താ കാണറിയോ? യുരീദുല്ലാഹു ബികുമുൽ യുസ്റ വലാ യുരീദു ബികുമുൽ ഉസ്റ. ഓരോടാ പറയണത്. തിന്നാനേ കിട്ടാതെ വെള്ളം കുടിച്ച് ദാഹമകറ്റുന്ന ആ ചൂടത്ത് ജീവിക്കുന്ന ഓരോട് പകലിഞ്ഞ് വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞിട്ട് പടച്ചോൻ പറയാണ് യുരീദു ബികുമുല്ലാഹു യുസ്റ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്, അള്ളാഹു നിങ്ങൾക്ക് ഒരു ഇടങ്ങേറ് ഉദ്ദേശിക്കണില്ല. നമ്മളോടല്ല. നമ്മൾ ഈ ആയത്തോതും നമുക്ക് തോന്നും ശരിയാണ്, നോമ്പ് എന്ന് പറഞ്ഞാൽ സുഖം തന്നെയാണ്, ഗ്യാസും കുറവാണ്, പള്ളക്കൊക്കെ ഒരു സുഖമാണ്, വൈകുന്നേരം ആകുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഇറച്ചിയും പത്തിരിയും കിട്ടും, മറ്റേ ഇറച്ചിയും പത്തിരിയും എപ്പോഴെങ്കിലൊക്കെ അല്ല ഉണ്ടാവുള്ളൂ. നമ്മളോടല്ല, ഓരോടാ പറയണത് ഇതാ നോമ്പ് എളുപ്പമാണ് എന്ന്. അതവർ എളുപ്പമായി കണ്ടു, അതവർക്ക് എളുപ്പമായിരുന്നു. അതെന്താണ്? അതൊരു മാനസികാവസ്ഥയാണ്. അള്ളാഹു എന്തു പറഞ്ഞോ അത് കേൾക്കാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് അവരിലുണ്ടാക്കിയത്. ആ ഖുർആൻ ഓതിക്കൊടുത്തപ്പം അവർക്ക് അതാണ് കിട്ടിയത്. അത് ഖുർആനിന് കിട്ടിയതാണ് ഈ വിശ്വാസം. എന്ത്? ഇവിടെ എന്തൊക്കെ നഷ്ടമുണ്ടെങ്കിലും നാളെ അള്ളാഹു പ്രതിഫലം തരുമെന്നുള്ള വലിയ പ്രതീക്ഷ, അള്ളാഹുവിൻ്റെ നരകത്തെക്കുറിച്ചുള്ള പേടി, ഭയവും പ്രതീക്ഷയാണ് നമ്മളെ വിഷയം. ഖൗഫും റജാവുമാണ്. ഖൗഫും റജാവും നേരെ നിൽക്കണമെങ്കിൽ ഉണ്ടല്ലോ, അതിന് നടുവിലൊരു സാധനമുണ്ട്, അള്ളാഹിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം, ഹുബ്ബുള്ള മഹബ്ബത്തുള്ള. അത് നടുവിൽ നിൽക്കുമ്പോഴാണ് 2 ചിറകായിട്ട് പ്രതീക്ഷയും പേടിയും ഒപ്പം ഉണ്ടാകുക. അള്ളാഹിനെപ്പറ്റി ഒരേ സമയം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിക്കാനും അള്ളാഹുവിൻ്റെ രക്ഷയിൽ പ്രതീക്ഷിക്കാനും സ്വർഗം ആഗ്രഹിക്കാനുള്ള ഒരു പ്രതീക്ഷ. നന്മകളൊന്നും നഷ്ടപ്പെടൂല, ഈ പ്രയാസത്തിനൊക്കെ ഒന്ന് കിട്ടും പടച്ചവൻ്റെ അടുത്ത് നിന്നുള്ളൊരു വലിയ പ്രതീക്ഷ. അതേസമയം അള്ളാഹുവിനെ പറ്റിയുള്ള പേടി. ഇപ്പം എൻ്റെ കുട്ടി എന്തെങ്കിലും ചെറിയ മാണ്ടാത്തരം ചെയ്താൽ, ചെറുതൊക്കെയാണെങ്കിൽ നമ്മൾ കണ്ടില്ല എന്ന് വിചാരിക്കും അല്ലേ, പക്ഷെ നമുക്ക് തീരെ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ നമ്മൾ കണ്ണുരുട്ടും, നല്ല ഒരു ഉരുട്ടലുരുട്ടും. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും അത് വാപ്പാക്ക് തീരെ പറ്റിയിട്ടില്ല എന്ന്. അപ്പോൾ ആ കുട്ടി എന്താ ചെയ്യാറ്? നിങ്ങൾ അങ്ങോട്ട് വിതുമ്പി വന്നുകൊണ്ട് നമ്മളെ കെട്ടിപ്പിടിക്കും. അതാണ് പടച്ചോനോടുള്ള പേടി എന്ന് പറഞ്ഞാൽ. സാധാരണ നമ്മൾ പാമ്പിനെയും പൂച്ചനെയും അല്ലെങ്കിൽ കീരിനെയും നായിനെയൊക്കെ പേടിച്ചാൽ മണ്ടുക ചെയ്യുക, പേടിയുള്ള സ്ഥാനത്ത് നിന്ന് ഓടിയകല ചെയ്യുക. പക്ഷെ പടച്ചോൻ്റെ പേടിക്കുക എന്ന് പറഞ്ഞാൽ പടച്ചോനിലേക്ക് മണ്ടുക ചെയ്യുക. അതാണ് ശരിയായ പേടി. പടച്ചോനെ പേടിച്ചിട്ട് പടച്ചോൻ്റെ അടുത്തേക്ക് മണ്ടുക. ആ കുട്ടി ചെയ്ത് അങ്ങനെ നമ്മൾ ചെറിയ കുട്ടികളെ പേടിപ്പിച്ചോളെ നമ്മൾ കെട്ടിപ്പിടിച്ചെന്ന് ഓടിച്ചു വിതുമ്പിക്കരഞ്ഞ് നമ്മുടെ അടുത്ത് ഇങ്ങനെ നമ്മളെ പാൻറ്റിൻ്റെ കാലിൻ്റെ അടി വന്ന് നിൽക്കും. ഇപ്പം നമ്മൾ പേടിപ്പിച്ചാൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതെന്താ വെച്ചാൽ ആ ഒരു ലെവലിലാണ് നമ്മൾ. അതാണ് നമ്മൾ പടച്ചോനിലേക്ക് ഫഫിറൂ ഇലല്ലാഹ്. സൂറത്തു ദാരിയാത്തിൽ ആയത്താണ്. ഇതൊന്നും വെറുതെ പറയണ്ട, പടച്ചോനിലേക്ക് മണ്ടുക, ഓടുക.
അള്ളാഹിലേക്ക് ഓടണം നമ്മൾ. അങ്ങനെ അവർക്ക് ആ മാനസികാവസ്ഥ അവർ കൈവരിച്ചു. അതെന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? വിശുദ്ധ ഖുർആൻ ആ മാറ്റം അവർക്കുണ്ടാക്കി. ഖുർആൻ്റെ ഓരോ ആയത്തിനും നമ്മളോട് ഓരോ ചരിത്രം പറയാനുണ്ട്. ഖുർആൻ്റെ ഓരോ സൂറത്തിനും നമ്മളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞാൽ തൗറാത്ത് മാതിരി ഒരു ബുക്കായിട്ട് ആകാശത്ത് ചാടി വന്നതല്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ 23 വർഷത്തെ നബിൻ്റെ ജീവിതത്തിലെ ഓരോ സ്ഥലത്തും ഓരോ സാഹചര്യങ്ങളിലും ഓരോ ആളുകളുമായി ബന്ധപ്പെട്ടാണ് ഓരോ ആയത്തും സൂറത്തൊക്കെ ഇറങ്ങുന്നത്. അതിങ്ങനെ ഓതുമ്പോൾ നമ്മളെ ഈമാൻ വർദ്ധിക്കണമെങ്കിൽ അതിൻ്റെ ചരിത്രം നമ്മൾ പറയണം. അത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കുള്ള ഹുദയാണ് അല്ലേ? ഖുർആനെ പറ്റി പറഞ്ഞാൽ എന്താണ്? അത് ഹുദയാണ്. ആർക്ക്? മുത്തഖീങ്ങൾക്ക്. മുത്തഖീക്ക് അങ്ങനെ ഹുദ ഉണ്ടാകുക സഹോദരൻ? മുത്തഖീങ്ങൾക്കുള്ള ഹുദയാണ് ഖുർആൻ. മുത്തഖിയാണെങ്കിൽ തഖ്വ വേണം. നോമ്പ് തഖ്വ നിലനിർത്താനുള്ളതാണ്, തഖ്വ ഉണ്ടാക്കാനുള്ളതാണ്, തഖ്വ കൂട്ടാനുള്ളതാണ്, തഖ്വ കൈവരിക്കാനുള്ളതാണ്. എങ്ങനെ സഹോദരങ്ങളെ നോമ്പിന് തഖ്വ കിട്ടുക? അതാ അവരെ ഒരു മാനസികാവസ്ഥ ഉണ്ട്. അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ കണ്ട ഒരു മാനസികാവസ്ഥ. അത് മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിലൂടെയാണ് അവർ ആ മാനസികാവസ്ഥ കൈവരിച്ചത്. സൂറത്തു തൗബ പറഞ്ഞ സൂറത്തുണ്ട് ഖുർആനിൽ. അത് നമ്മൾ നല്ല പഠിക്കേണ്ട സൂറത്താണ്. സാധാരണ നമുക്ക് സൂറത്തു തൗബ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ 1-2 വട്ടം ഈ റമളാനിൽ ആൾക്കാർ ഓതി ഉണ്ടാവും. 9ാമത്തെ സൂറത്ത് ബറാഅത്തും മിനല്ലാഹ് എന്ന് പറഞ്ഞ ബിസ്മില്ലാത്ത സൂറത്ത്. സൂറത്തു തൗബ എന്താ നിങ്ങൾ? തബൂക്ക് എന്ന് പറഞ്ഞൊരു യുദ്ധം നടക്കാൻ പോകുന്നുണ്ട്. മദീനയിൽ നിന്ന് 1 മാസത്തെ വഴി ദൂരമുണ്ട് തബൂക്ക്. ആ 1 മാസം യാത്ര ചെയ്തിട്ടാണ് യുദ്ധത്തിൻ്റെ സ്ഥലത്തേക്ക് എത്തുക. ആ യുദ്ധത്തിന് പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ മദീനയിലെ ഏറ്റവും ചൂടുള്ള സമയമാണ്. ആ 1 മാസം ഈ ചൂടത്ത് നമ്മൾ മദീനന്ന് തബൂക്ക് പോകണം യുദ്ധത്തിന്. മദീനനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചൂടുള്ള സമയം എന്ന് പറഞ്ഞാൽ ഈത്തപ്പന അങ്ങനെ നല്ല പാകമായിട്ട് നിൽക്കണ നേരമാണ് ഈത്തപ്പഴം. അത് പറിക്കേണ്ട സമയമാണ്. അപ്പോൾ അവിടുന്ന് പോകാം. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വിളവെടുപ്പിൻ്റെ സമയത്ത് നിന്ന് അവിടുന്ന് മാറിക്കാൻ പറ്റില്ല. മക്കയും മദീനയും വ്യത്യാസമുണ്ട്. മക്കയെ 2 കൂട്ടരേ ഉള്ളൂ. മക്കയിൽ 2 കൂട്ടരേ ഉള്ളൂ. ആരാണ്? ഒന്ന് മുസ്ലിമും ഒന്ന് മുശ്രിക്ക്. അവിടെ മുനാഫിക്കിനെ കാണാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ചോണേ, എന്താ മക്കത്ത് മുനാഫിക്കില്ലാഞ്ഞ്? കാരണം മക്കത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ നല്ല ഈമാമാണ്. കാരണം എന്താ വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണതോടുകൂടി സ്റ്റേജിൽ കൊണ്ടുപോയി നോട്ടുമാലിട്ടേരൂല. പോറാണ് പൊളിയും അടിയാണ് അവിടെ കാത്തുക്കണത്. കുത്തും ചവിട്ടും ബഹിഷ്കരണവും പീഡനവും ആണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ആളെ കാത്തുക്കണത്. അതുകൊണ്ട് നല്ല ഈമാനുള്ളവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുള്ളൂ. വെറുതെ പറഞ്ഞ അടിയാണ് കിട്ടും. കാരണം ചരിത്രമുണ്ട്. നമ്മളിങ്ങനെ ഖുർആൻ എങ്ങനെ ഓതുകയാണ്, നമുക്കൊരു വിഷമമില്ല. കുല്ലല്ലാഹു ആയത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്ന് നേരം വെളുത്തിട്ട് ഇത്ര നേരമായിട്ട് നിങ്ങൾ എത്ര കുല്ലല്ലാഹു ഓതി? കുറേ ഓതി ഉണ്ടാവും. സുബൈക്ക് സ്കാരത്തിന് ശേഷം ഓതി ഉണ്ടാവും, രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ഓതി ഉണ്ടാവും, ഇപ്പോൾ ഇവിടെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് കുല്ലല്ലാഹു ഓതി ഉണ്ടാവും, ചിലപ്പോൾ സുന്നത്തിലും കുല്ലല്ലാഹു ഓതുന്നുണ്ടാവും. എത്ര കുല്ലല്ലാഹുകൾ ഓതി? കുൽ ഹുവല്ലാഹു അഹദ്. ആ ആയത്ത് ഓതുമ്പോൾ സഹോദരങ്ങളെ നിങ്ങളെ മനസ്സിക്ക് ബിലാൽ വന്നുകണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ലാത്തനെ നിങ്ങൾ വിളിക്കരുത്, മനാത്തനെ വിളിക്കരുത്. അള്ളാനെ പറ്റിയല്ല, അള്ളാനെ മാത്രമേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ മനുഷ്യനെ, അടിമയായ ബിലാലിനെ എത്രത്തോളമാണ് അവർ പീഡിപ്പിച്ചത്. മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന മണലിൽ പകൽ മുഴുവനും കിടത്തിയിട്ട് കുട്ടികൾ വലിച്ചുകൊണ്ട് കളിച്ച് നടക്കുന്നതാണ്. വ്രണങ്ങൾ വന്ന് മുറിവാകുന്നു. ഇബ്നു ഹിഷാമിൻ്റെ സീറയിലൊക്കെ വായിച്ചാൽ കാണാം, കരച്ചിൽ വരും കണ്ണിന്ന്. സഹോദരങ്ങളെ, കണ്ണിന്ന് വെള്ളം വരും. കാരണം ഒരു അനക്കില്ല, മരിച്ചുകണമെന്ന് തോന്നിപ്പോകുന്നതാണ്. എന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പം ആ വായിൽ നിന്ന് അഹദ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ കുലു അല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണെന്ന് പ്രഖ്യാപിക്കാൻ ജീവൻ കൊടുത്തവരാണ് അവർ. അത്രയും പീഡനം അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നമ്മളൊരു കുല്ലല്ലാഹു എത്ര സുഖമായിട്ടാണ് ഓതുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടോ കുല്ലല്ലാഹു അഹദ് എന്ന് പറയാൻ? അപ്പോൾ ഈ ആയത്തിനൊക്കെ ഒരു ചരിത്രം നമ്മളോട് പറയാനുണ്ട്. നമ്മളിതൊന്നും ആലോചിക്കണില്ല, ഇതൊന്നും നമ്മളെ മനസ്സിക്ക് കയറുന്നില്ല.
അത് മനസ്സിലാക്കിയവരായിരുന്നവർ. ഇതൊക്കെ സഹിച്ചാലും ഇതിനൊക്കെ പടച്ചോൻ പ്രതിഫലം തരുമെന്നുള്ള വലിയ പ്രതീക്ഷ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലുള്ള, അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിലുള്ള പ്രതീക്ഷ, ആ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അത് ഖുർആൻ അവർക്ക് നൽകി, നബി അത് അവർക്ക് കൊടുത്തു, പകർന്നു നൽകി. നമ്മൾ തബൂക്കിൽ നിന്ന് പോകുന്നതാണ്, മദീനത്തിൽ നിന്ന് പോകുന്നതാണ്. നമ്മൾ തബൂക്ക് യുദ്ധം നടക്കാൻ പോവാണ്. 1 മാസം യാത്ര ചെയ്തിട്ട് വേണം യുദ്ധത്തിന് പോകാൻ. സൂറത്തു തൗബ ഇറങ്ങണ എപ്പോഴാണ്? നിങ്ങൾ മുനാഫിക്ക് പറഞ്ഞൊരു ടീമുണ്ടായി മദീനയിൽ, മക്കത്തൂരില്ല. കാരണം മക്കത്ത് മുനാഫിക്കിങ്ങളില്ല, അവിടെ 2 ടീമുള്ളൂ, ഒന്ന് തൗഹീദുള്ളവരൊന്നും ഇല്ലാത്തവർ. കാരണം ഉണ്ട് എന്ന് പറഞ്ഞാൽ പീഡനമാണ്, അതുകൊണ്ട് ഉള്ളോൻ തന്നെ പറയുള്ളൂ. എന്നാൽ മദീനത്തെത്തിയപ്പോൾ സാഹചര്യം മാറി. ബദറിൽ മുസ്ലിങ്ങൾ ജയിച്ചു, മുസ്ലിങ്ങൾക്ക് വിജയം കൈവന്നു. മുസ്ലിങ്ങളെ വിശ്വാസം ഊർജ്ജസ്വലതയൊക്കെ കണ്ടപ്പം അവിടുത്തെ മുശ്രിക്കീങ്ങൾ മനസ്സിലാക്കി, ഇഞ്ഞിവിടെ നിന്നാലും അപകടമാണ്, ഇവരെന്തായാലും ജയിക്കും, ഇവർ കുറച്ച് വലിയ ടീം തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് ഇഞ്ഞിവിടെ നിൽക്കണമെങ്കിൽ മുസ്ലിമായിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്ത് ചെയ്തു? ചില ആളുകൾ ഉള്ളിൽ വിശ്വാസമല്ലാതെ പുറത്ത് മുസ്ലിമായി നിന്നു, നിലനിൽപ്പിന് വേണ്ടി. അവരാണ് മുനാഫിക്കീങ്ങൾ. അവരെ പണി കുത്തിത്തിരിപ്പുണ്ടാക്കലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ ഇടങ്ങേറായി അവരെ കൊണ്ട്. കാരണം എന്താ വെച്ചാൽ അവരെ കണ്ടാൽ മനസ്സിലാവില്ല. ഒരു നിസ്കാരത്തിൽ നമ്മളെ സൊഫിലുണ്ടാവും, നമ്മളൊപ്പം പള്ളിക്കുണ്ടാവും, വർത്താനത്തിനൊക്കെ ഉണ്ടാവും, ഉസാറൈക്കാരം. അതുകൊണ്ട് ഒരാരാന്ന് മനസ്സിലാവില്ല. പക്ഷേ ഉള്ളിലൂടെ നല്ല കുത്തിത്തിരിപ്പുണ്ടാക്കും. യുദ്ധത്തിൽ നിന്ന് പോണ ആളുകളൊക്കെ പിന്തിരിപ്പിക്കുക. ആ സമയത്താണ് സൂറത്തു തൗബ ഇറങ്ങണേ. മുനാഫിക്കിൻ്റെ മനസ്സിൽ തോന്നുന്ന ചിന്തകളൊക്കെ പടച്ചോ അങ്ങനെ ആയത്തായിട്ട് പുറത്തേക്ക് ഇടുകയാണ്, ഓലെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ യുദ്ധത്തിന് പോകണം. 1 മാസത്തെ വഴിദൂരം, അതും ഈ കൊടും ചൂടിൽ മരുഭൂമി താണ്ടി 1 മാസം യാത്ര ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വണ്ടിയുള്ളവർ മാത്രം പോന്നാൽ മതി യുദ്ധത്തിന്, വണ്ടിയില്ലാത്തവർ പോരണ്ടായിരുന്നു. കാരണം എല്ലാവരെയും കൊണ്ടുപോകാൻ കഴിയൂല, നടന്നൊന്നും പോകാൻ പറ്റില്ല. ഒരു കഴുത, കുതിര, ഒട്ടകം എന്തെങ്കിലുമൊക്കെ വേണം. ഒരു കഴുതെങ്കിലും ഇല്ലാതെ യുദ്ധത്തിന് പോകാൻ പറ്റില്ല. പക്ഷേ കുറച്ച് ആൾക്കാർക്ക് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കുറച്ച് ആൾക്കാർ പോകാതെക്കാൻ പരമാവധി നോക്കി. അതൊക്കെയാണ് ഈ സൂറത്തിൽ പറയണേ. കുറച്ച് ആൾക്കാർ പോകാതെക്കാൻ നോക്കി. ബാപ്പാക്ക് സുഖമല്ല, ഉമ്മാക്ക് സുഖമല്ല, പെണ്ണുങ്ങൾക്ക് മുട്ടുവേദനയാണ്, എനിക്ക് നടക്കാൻ വെച്ചാന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരെന്ത് ചെയ്തു? നബിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് വാങ്ങി. എന്നാൽ കുറച്ച് ആളുകൾ അവിടെ വന്നു. അവർക്ക് യുദ്ധത്തിന് പോകാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് പോകാൻ വണ്ടിയില്ല, സ്വന്തമായിട്ട് വണ്ടിയില്ല, പാവങ്ങൾ. അപ്പോൾ ഒരു വന്നെന്തിനറിയോ? ബൈത്തുൽ മാലിൽ നിന്ന് വല്ല വണ്ടി എന്ന് പറഞ്ഞാൽ കഴുതട്ടോ, ഞാൻ പറഞ്ഞ വല്ല ഓട്ടോറിക്ഷയും ഇതൊന്നുമല്ല, വല്ല കഴുതനെ കിട്ടുമോ നോക്കാൻ വേണ്ടി. ഒരു കഴുതനെങ്കിലും ബൈത്തുൽ മാലിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ യുദ്ധത്തിനാണ് പോണ്. ഇത് നമ്മളെ മൂത്താപ്പാൻ്റെ പണ്ടൊക്കെ ഈ മൂത്താപ്പിയും മൂത്തമ്മയൊക്കെ ഉണ്ടാവും ഇവിടെ വയനാട്ടിൽ പെരയായിട്ട്, അവിടെ കല്യാണം ഉണ്ടാവും. അപ്പോൾ മൂത്താപ്പാൻ്റെ പേരേക്ക് വയനാട്ടിൽ കല്യാണത്തിന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. KSRTCയിൽ പോയി ഇടങ്ങാറായാലും പോണ കല്യാണത്തിനാണല്ലോ. അതല്ല, അതൊരു മാസം മരുഭൂമി കൂടെ പോണ എന്തിനാ സഹോദരങ്ങളെ? അവിടെ ചെന്നിട്ട് കല്യാണം കൂടാനല്ല, യുദ്ധം ചെയ്യാനാണ്. അതിന് പോകാൻ വേണ്ടി ഒരു കഴുതനെ കിട്ടുമോ നോക്കാൻ വേണ്ടി നബിൻ്റെ അടുത്തേക്ക് വന്നൊക്കെയാണ്. ബൈത്തുൽ മാലിൽ നിന്ന് വല്ല വണ്ടിയും കിട്ടുമോന്ന്. പക്ഷേ അവർക്ക് കൊടുക്കാൻ നബിൻ്റെ അടുത്ത് ഒന്നുമില്ല. അവിടെ 92-ാമത്തെ ആയത്ത് സൂറത്തു തൗബൻ്റെത് പോയി ചോദി നോക്കുക, എന്നിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കണ്ടേ. ഓരവിടുന്ന് തിരിച്ചു പോണ രംഗാണ് പടച്ചോൻ പറയണത്. യുദ്ധത്തിന് പോകാൻ വേണ്ടി നല്ല ആഗ്രഹമുണ്ട്, യുദ്ധത്തിന് പോകാൻ. ഈ ഇടങ്ങേറ് പിടിച്ച യാത്ര ചെയ്ത് യുദ്ധത്തിന് പോകാനുള്ള ആഗ്രഹം കൊണ്ട് അവർ നബിൻ്റെ അടുത്തേക്ക് ഒരു കഴുതനെ കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നതാണ്. നബി പറയണം ഇവിടെ ഒന്നും തരാല്ല. അപ്പോൾ അവരോടൊന്ന് തിരിച്ചു പോണ രംഗാണ് ആയത്തിൽ പടച്ചോൻ പറയണത്. എന്താ അറിയോ? അഹ്മിലുക്കും, താങ്കൾ അവരോട് പറഞ്ഞു ഇവിടെ ഒരു വണ്ടിയില്ല, നിങ്ങൾക്ക് തരാൻ ഇവിടെ വണ്ടിയൊന്നുമില്ല, വാഹനമല്ല. തവല്ലൗ, അവരവിടുന്ന് തിരിഞ്ഞുപോയി അവർ വന്ന ആൾക്കാർ. വഅഅ്യുനുഹും തഫീളു മിനദ്ദംഇ ഹസന, കണ്ണിൽ നിന്നിങ്ങനെ കണ്ണീര് ഉറ്റുറ്റ് വീണുകൊണ്ട് അവരവിടെ നിന്ന് പിരിഞ്ഞുപോയി എന്നാണ്. നമുക്ക് പറ്റുമോ? നമ്മളൊക്കെയാണെങ്കിൽ വേഗം ഫോൺ ചെയ്ത് പെണ്ണുങ്ങൾക്ക് അപ്പം തന്നെ വിളിച്ച് പറയും അല്ലേ, അല്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് ഇടും. ഇപ്പം തൽക്കാലം നമ്മൾ കഴിച്ചില്ല, നബിൻ്റെ അടുത്ത് വണ്ടിയൊന്നും ഇല്ല കേട്ടോ, ഇപ്പം നമ്മൾ കഴിച്ചില്ലേക്കണ അറിയും. ആലോചിക്ക്, പോകാൻ പറ്റാത്തതിൽ കരഞ്ഞുകൊണ്ട് കണ്ണീരിങ്ങനെ ഉറ്റുറ്റ് വീഴായിരുന്നു എന്ന് അള്ളാഹ് പറയാണ്. ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങളെ കൊണ്ട് ഈ ആയത്ത് പടച്ച ഓദിക്കാണ്, ഓരോ മനസ്സ് മനസ്സിലാക്കി തരാണ്. വെറുതെയാണ് സഹോദരങ്ങളെ റളിയല്ലാഹു അൻഹും നമ്മൾ പറയണത്. അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടു, അതുകൊണ്ടാണ് നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. ഞാൻ പണ്ടൊക്കെ ആലോചിച്ചു, എന്താ പിന്നെ നബിൻ്റെ കാലത്ത് ജനിച്ചാൽ മതിയല്ലോ,
പണ്ടല്ലേ ഈ ഒരു സമയത്ത് നമ്മൾ വന്ന് ജനിച്ചോണ്ടാണല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വലിയ സഹാബിയൊക്കെ ആയിരുന്നല്ലോ, സ്വർഗത്തുക്കാണ് പോകുന്നത്. ഇതിപ്പോൾ ഇവിടെ ആകെ പിടിച്ച് അടങ്ങേറുടിയല്ലോ. നമ്മളാവൂല സഹോദരങ്ങളെ. കാരണം അതിന് അങ്ങനത്തെ ഒരു മനസ്സുണ്ടായിരുന്നു അവർക്ക്. അത് നമുക്കിപ്പോഴുണ്ടോ? അതുകൊണ്ടാണ് അവർ അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെടുന്നത്. ആ മനസ്സ് അതെന്തുകൊണ്ട് കിട്ടിയതാണ്? അത് ഖുർആൻ കൊണ്ട് കിട്ടിയതാണ്, നബിൻ്റെ അധ്യാപനങ്ങൾ കൊണ്ട് കിട്ടിയതാണ്. ആ അധ്യാപനങ്ങളൊന്നും പോയിട്ടില്ല, നഷ്ടപ്പെട്ടിട്ടില്ല. വഹി ആകാശലോകത്ത് നിന്ന് അള്ളാഹു മലക്ക് ജിബ്രീലിലൂടെ അള്ളാഹിൻ്റെ റസൂലിന് കൊടുത്ത വഹിയാണ് ഖുർആൻ, സഹീഹായ ഹദീസ്. 1400 വർഷമായിട്ട് അത് ഇസ്ലാമിക പൈതൃകത്ത് അത് കാത്തു സൂക്ഷിച്ച് ഇന്നും നമ്മളെ മുമ്പിൽ വള്ളിപ്പുള്ളി മാറ്റല്ലാണ്ട വഹിയുണ്ട്. ഇമാം മാലിക് പറഞ്ഞ പോലെ എന്തുകൊണ്ടാണോ അവർ മാറിയത് അതുകൊണ്ടേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. അത് നമുക്ക് മാറാൻ പറ്റും സഹോദരങ്ങളെ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തൗബനെ പറ്റി പറയണോടത്ത് പറയണ കാണാം, എത്ര തന്നെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര തന്നെ അതിൻ്റെ കസ്റത്തിനെ പറ്റി നിങ്ങൾ ബേജാറ്, എത്ര തന്നെ ചെയ്താലും, എത്ര വലിയ പാപങ്ങളാണെങ്കിലും ശരി എന്നാണ്, നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ആത്മാർത്ഥമായിട്ടാണ് തൗബ ചെയ്തതെങ്കിൽ പടച്ചവൻ അത് സ്വീകരിക്കുന്നതാണ്. കാരണം അള്ളാഹ്ക്ക് തൗബ ചെയ്യുന്നവർ ഇഷ്ടമാണ്. ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീന, അള്ളാഹു കാരുണ്യവാനാണ്. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അടിമകളെ നിങ്ങൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റി നിരാശരാകരുത്. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു മുഴുവൻ പാപങ്ങളും പുറത്തു തരുന്നതാണ്. എന്നിട്ട് മാത്രമല്ല ശൈഖുൽ ഇസ്ലാം പറയണത്, അങ്ങനെ ഈ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്താൽ നിങ്ങൾക്ക് എന്തിൽ എത്താൻ പറ്റും? ഏറ്റവും ടോപ്പായിട്ടുള്ള സാബിക്കൂന എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഏറ്റവും ടോപ്പായ ആൾക്കാർ. ആ ദറജയ്ക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നതാണ്. ചെയ്ത പാപങ്ങളുടെ ആധിക്യമോ അതിൻ്റെ വലുപ്പമോ നിങ്ങളെ ആ ദറജയ്ക്ക് എത്തുന്നതിൽ തടയില്ലാന്നാണ്. നിങ്ങളെ തൗബ ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങളെ ശിഷ്ടജീവിതം, ബാക്കിയുള്ള ജീവിതങ്ങൾ നന്നാക്കി തീർത്താൽ പടച്ചോന് മനസ്സിലാവുന്നത്. അത്രയും കാരുണ്യവാനാണ് പടച്ചോൻ. ആ പടച്ചോൻ്റെ കാരുണ്യം നോക്കി. അപ്പോൾ ഈ പടച്ചോനിൽ പ്രതീക്ഷ വെക്കുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? നമ്മൾ അള്ളാനെ അറിയേണ്ട പോലും അറിയണം. നമ്മൾ അറിയേണ്ട പോലെ അറിയാത്തത് കൊണ്ടാണ് നമുക്കിതൊന്നും കിട്ടാത്തത്. മഅരിഫത്തുള്ള അള്ളാനെ നമ്മൾ അറിയണം. അതെങ്ങനെയാണ്? അത് ഈ വഹിയിലൂടെയാണ്, ഖുർആനാകുന്ന ഹദീസാകുന്ന വഹിയിലൂടെയാണ്. അല്ലാതെ മനുഷ്യന്മാർ റിസർച്ച് നടത്തിയിട്ടല്ല അള്ളാനെ പറ്റിയുള്ള ഇൽമുള്ളത്. അള്ളാനെ പറ്റി അറിയിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹ് ആരാണ്, അള്ളാഹ് എവിടെയാണ്, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ. ഒരു ദിവസങ്ങൾ ആലോചിച്ച് നോക്കി. അള്ളാഹുവിൻ്റെ അള്ളാഹിനെ പറ്റി നമ്മൾ അറിയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ടത് അള്ളാഹ് റബ്ബാണ് തന്നെയാണ്. അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് തന്നെയാണ്. അള്ളാഹ് നമ്മളെ ഘട്ടം ഘട്ടമായിട്ട് പടിപടിയായി വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ രക്ഷിതാവായ പടച്ചോൻ. ഒരു ദിവസം എത്ര പ്രാവശ്യം പറയണ് റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എത്ര വട്ടാ നമ്മൾ പറയണത്? അർ റഹ്മാനി റഹീം, അള്ളാഹിൻ്റെ അടുത്ത പേരാണ് റഹ്മാനും റഹീമും. അള്ളാഹു എത്ര കാരുണ്യവാനാണ്. അള്ളാഹു നമ്മളെ ഇരുട്ടിലാക്കിയിട്ടില്ല. കൃത്യമായിട്ട് ശരിയേത് തെറ്റേത് നമുക്ക് പറഞ്ഞു തന്നു. പ്രവാചകന്മാരയച്ചു, ജീവിച്ച് കാണിച്ചു തന്നു. എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വേദഗ്രന്ഥങ്ങൾ നിലനിൽക്കുകയാണ്. നന്മ ഏത് എന്നറിയാനുള്ള ഏതൊരാൾക്കും, എങ്ങനെ ജീവിക്കണമെന്നറിയാൻ താല്പര്യമുള്ളൊരു ഏതൊരാൾക്കും നമ്മുടെ വേദഗ്രന്ഥങ്ങൾ അതിൻ്റെ മുമ്പിൽ നിവർന്ന് നിൽക്കുകയാണ്. അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റും. ഖുർആനിൽ നടക്കണ നിങ്ങൾ ആയത്തുകളൊക്കെ നോക്കി, നരകക്കാരും സ്വർഗക്കാരും തമ്മിലുള്ള സംഭാഷണം. എന്താ അതിൻ്റെയൊക്കെ ഒരു ഗുട്ടൻസ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സ്വർഗക്കാർ നരകക്കാരോട് പറയാണ്. ഖുർആനിലെ ആയത്താണ്. അതായത് നടക്കാൻ പോകുന്ന ഡിസ്കഷനാണ് ഇതൊക്കെ. ഇതൊന്നും നടന്ന കാര്യങ്ങളല്ല, നടക്കാൻ പോകുന്ന ചർച്ച ലൈവാക്കി പടച്ചോ നമ്മളോട് പറയണേ. എന്താ ഇപ്പം നിങ്ങൾ സ്വർഗത്തിലെത്തിയേ? ഞങ്ങൾ വിചാരണയെ പ്രതീക്ഷിക്കുന്നവരായിരുന്നു. സ്വർഗക്കാർ പറയാ, ഞങ്ങൾ വിചാരണയെ പ്രതീക്ഷിക്കുന്നവരായിരുന്നു. ഇതൊന്നും നടക്കാൻ പോണതല്ല, നടക്കാൻ പോണതാണ്, നടന്നതല്ല. അത് നമുക്ക് പറഞ്ഞു തരുന്ന എന്തിനാണ്? അങ്ങനെ ഇനി വരാം, അങ്ങനെ നരകമുണ്ട്, സ്വർഗമുണ്ട്, അതിലൊന്നും പെടരുത് അല്ലേ? നരകത്തിലിങ്ങനെ ആളുകളെ കൂട്ടം കൂട്ടമായിട്ട് നരകത്തിലിടുന്നതാണ്. അപ്പം നരകത്തിൻ്റെ പാറാവുകാരനായ മലക്ക് ചോദിക്കും, അലം യഅ്തികും നദീർ, നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നതാണ്. ഖാലൂ ബലാ ഖദ് ജാഅനാ നദീറുൻ, ഞങ്ങൾക്ക് ഒരു മുന്നറിയിപ്പുകാരനൊക്കെ വന്നിരുന്നു, പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ കളവാക്കി, വ്യാജമാക്കി. ഇതൊന്നും നടന്നതല്ല. ഇതൊക്കെ ഇനി നരകത്തിലിടുമ്പോൾ പറയാൻ പോകുന്ന ഡിസ്കഷൻസാണ്. ഇതൊക്കെ നമ്മളോട് പടച്ചോൻ പറഞ്ഞു തരുന്ന എന്തിനാണ്? ഇതൊക്കെ മനസ്സിലാക്കി അതിൽ ആ നരകത്തിലിടുന്ന കൂട്ടത്തിൽ പെടാതിരിക്കാനാണ്.
ഇത്രയും കാരുണ്യവാനായ ഒരു അള്ളാഹുവിനെ എങ്ങനെയാണ് നിഷേധിക്കുക? റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലത സഹോദരങ്ങളെ, ചെയ്ത പാപങ്ങൾ മുഴുവൻ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. ഇതൊക്കെ അള്ളാഹിൻ്റെ കാരുണ്യമാണ്. ഒക്കെ വലിയ പ്രതീക്ഷകളാണ്. തെറ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ പ്രതീക്ഷകളാണ്. മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യ മക്കൾ തെറ്റ് ചെയ്യും. പക്ഷെ തെറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ലവരാരാണ്? അവർ പശ്ചാത്തപിക്കുന്നവരാണ്. അപ്പം അതിനൊക്കെ അള്ളാഹു ഗഫൂറാണ്. അള്ളാഹു ഗഫൂറാണെന്ന് പറയും, അതൊരറിവാണ്. അള്ളാഹു ഗഫാറാണ്. അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നവന്. അള്ളാഹു തവ്വാബാണ്, മടങ്ങുന്നവരെ. അള്ളാഹു ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ, ഇഷ്ടപ്പെടും. തൗബ ചെയ്യുന്നവരെ പടച്ചോന് ഇഷ്ടമാണ്. നിങ്ങളാലോചിച്ച് നോക്കി, ഇഷ്ടമാണെന്നും കൂടിയാണ്, പടച്ചോൻ്റെ മഹബത്തും കൂടി കിട്ടുകയാണ്. തെറ്റ് ചെയ്തുകൊണ്ട് അകന്നു പോകില്ല. തെറ്റ് ചെയ്താൽ നേരെ ഉൾട്ടായി പോകുകയാണ്. തൗബ ചെയ്യുന്നതോട് കൂടി പടച്ചോൻ്റെ ഇഷ്ടക്കാരനായി മാറുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ് പെടാൻ പോണത്. അപ്പം അതൊക്കെ ആ അള്ളാഹിനെ പറ്റിയുള്ള അറിവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആ ഒരു മാനസിക നിലവാരത്തിലേക്കാണ് നമ്മൾ ഉയർന്നു വരേണ്ടത്. നമ്മൾ അള്ളാഹുവിനെ പറ്റി അറിയണം. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിലൂടെ. അള്ളാഹു ബസീറാണ്. അള്ളാഹു എല്ലാം കാണുന്നവനാണ്. അറിയുമ്പോൾ അള്ളാഹിൻ്റെ കണ്ണിൽ നിന്നൊന്നും മറഞ്ഞു പോവില്ല. നമ്മൾ എന്ത് രഹസ്യമായി ചെയ്താലും അത് അള്ളാഹു കാണും. ജനങ്ങളിൽ നിന്ന് നമുക്ക് മറച്ചേക്കാൻ പറ്റുള്ളൂ. അത് പാപങ്ങൾ ചെയ്യാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കണം. അള്ളാഹു സമീഅാണ്. അള്ളാഹു സമീഅാണ്. അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട്. ഞാൻ പറയണമൊക്കെ, ഞാൻ ചോദിക്കണമൊക്കെ പടച്ചോൻ കേൾക്കുന്നുണ്ടല്ലോ. ചില ആൾക്കാർ എൻ്റെ ഒന്നും പടച്ചോൻ കേൾക്കില്ല എന്ന് പറയും. ചില ആൾക്കാർ ഞാൻ എത്രയേ ദ്വേർക്കണം, ഒന്നും കേൾക്കില്ല. സഹോദരങ്ങളെ, അള്ളാഹു സമീഅാണ് എന്ന് മാത്രമല്ല, അള്ളാഹു മുജീബ് കൂടിയാണ്. എല്ലാത്തിനും ഉത്തരം നൽകുന്നവനാണ്. പക്ഷെ നമ്മളെന്താ പറയുക, നമ്മൾ ഉത്തരം മനസ്സിലാക്കിയത് ചോദിക്കണം അപ്പം തന്നെ കിട്ടണം. കുട്ടികളെ മാതിരി നമ്മൾ ചോദിച്ചാൽ അപ്പം കിട്ടണം, ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഉത്തരം നൽകുക എന്ന് പറഞ്ഞാൽ 3 രൂപത്തിലാണ് ഉത്തരം. ഒന്ന് അപ്പം തന്നെ തരും, ചോദിച്ചത് അപ്പം തരും. 2 അപ്പം തരൂല, കുറച്ച് കഴിഞ്ഞിട്ട് തരും. 3-മത്തേത് തരുന്നല്ല. അത് ഉത്തരാണ്, തരുന്നല്ല. പക്ഷെ എന്താ അറിയോ, നാളെ മരിച്ചു എന്നിട്ട് നമ്മളെ ഏട് കിട്ടുമ്പം ആ ഏട് ഇങ്ങനെ തുറന്നു നോക്കുമ്പം നമ്മൾ ചെയ്യാത്ത കുറേ നന്മകൾ നമ്മളെ പേരിൽ എഴുതിയിട്ടുണ്ടാവും. ഇതൊക്കെ കൂടി എന്താ പടച്ചോനെ, അത് ഈ ദുനിയാവിൽ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയ്ക്കുള്ള പ്രതിഫലമാണ്. അപ്പോൾ അടിമ പറയുന്നതാണ്, എന്ത്, എൻ്റെ ദുനിയാവിൽ ഒരു പ്രാർത്ഥനയും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. അത്രയും കിട്ടോടെ ദുആരുന്നീന്. ഉത്തരം കിട്ടാത്തത് ദുനിയാവിൽ നമ്മൾ ചോദിച്ചിട്ട് തരാത്തീന് പടച്ചോൻ പ്രതിഫലം തരും. കാരണം ദുആ എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. അദ്ദുആഹു ഹുവൽ ഇബാദ. അത് ഏത് കാര്യത്തിന്, സ്വർഗം നരകം ചോദിക്കണം മാത്രമല്ല. എൻ്റെ കുട്ടീനെ പരീക്ഷ പാസ്സാകണേ എന്ന് പറഞ്ഞാലും LKG കുട്ടിയിൽ പാട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ പാട്ട് നല്ലോണം പോലെ ഒന്ന് ചെല്ലാൻ കിട്ടണ പടച്ചോനെ എന്ന് പടച്ചോനോട് ദ്വാരുന്നാലും അതിന് കൂലിയുണ്ട്. എൻ്റെ കുട്ടിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണേ, നാളെ പരീക്ഷയാണ് എന്ന് നമ്മൾ പടച്ചോനോട് ദ്വാർക്കുമ്പം മാർക്ക് കിട്ടിയാലും കൂലി, കിട്ടിയിട്ടില്ലെങ്കിലും കൂലിയാണ്. കാരണം അത് പ്രാർത്ഥന, ആരാധനയാണ്, ഇബാദത്താണ്, അള്ളാഹിനോടാണത്. അള്ളാഹ് മുജീബാണ്. അള്ളാഹ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണവനാണ്. അള്ളാഹ് എല്ലാം കേൾക്കണവനാണ്. അള്ളാഹ് എല്ലാം കാണണവനാണ്. അത് അള്ളാഹുവിൻ്റെ നാമഗുണം. ഇതൊക്കെ അള്ളാഹു റഖീബാണ്. ഞാൻ തുടക്കത്തിൽ ഉദ്ധരിച്ച ആയത്തിൽ അള്ളാഹു റഖീബ് എന്ന് പറയുന്നുണ്ട്. എന്താ മുറാക്കബത്ത് പറഞ്ഞാൽ? CCTVക്കാണ് ഇപ്പോൾ അറബിയിൽ മുറാക്കബത്ത് പറയുക. നമ്മുടെ CCTV ഉണ്ടോ നമ്മുടെ ഈ സ്ഥാപനം CCTVയുടെ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് നല്ല നോക്കിയും കണ്ടു നിന്നോളീൻ. അവിടെ തോന്നിയാസൊന്നും കാട്ടണ്ട, ഒക്കെ പിടിച്ചു. അവിടെ നമ്മൾ ഡീസൻ്റായി നിൽക്കും അല്ലേ? കാരണം എന്താ, നമുക്ക് ആരോ നിരീക്ഷിക്കണേ നമുക്കൊരു പേടിയാണ്, ഒരു ബേജാറാണ്. പടച്ചോൻ റക്കീബാണ്, എല്ലാം നിരീക്ഷിക്കുന്നുണ്ടെന്നാണ്, എല്ലാം കാണുന്നുണ്ട്. ഇതൊക്കെ വീഡിയോ ടേപ്പായിട്ട് പടച്ചോൻ കാണിച്ചു തരും. അതുകൊണ്ട് ആ ഒരു അറിവ് നമുക്ക് എന്ത് നൽകണം? നന്നായി നിലപാടെടുക്കാൻ, തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ. അള്ളാഹു റസൂലിന് ഇഷ്ടമല്ലാത്തത് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ സന്തോഷമായി കാണേണ്ടത് അതാണ്. നമ്മൾ വിജയമായി കാണേണ്ടത് അതാണ്. നമ്മുടെ ഈ വിശ്വാസമാണ്. ഈ അള്ളാഹുവിനുള്ള ഒരേ സമയത്ത് അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുകയും അള്ളാഹുവിൻ്റെ നരകത്തെയും ശിക്ഷയെയും പറ്റി ഭയപ്പെട്ടുകൊണ്ട് തെറ്റിൽ നിന്ന് മാറി നിൽക്കാനും അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്, സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട്, നാളെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന സന്തോഷം ആഗ്രഹിച്ചുകൊണ്ട് നന്മകളിൽ മുന്നേറാനുള്ളൊരു വിശ്വാസം, ഒരു മനസ്സ്, അതാണ് നമുക്ക് കിട്ടേണ്ടത്. അതാണൊരു വിശ്വാസിക്ക് വേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആൻ നൽകിയത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം കൊണ്ട് സഹാബത്തിന് കൊടുത്തത്. അതാണ് താബിഈങ്ങൾക്ക് സഹാബത്ത് കൈമാറിയത്. അതാണ് തബഉ താബിഈങ്ങൾക്ക് താബിഈങ്ങളിൽ നിന്ന് കിട്ടിയത്.
അതാണ് ഇവിടെ 1400 വർഷമായിട്ട് ഇസ്ലാമിക പണ്ഡിതന്മാരും പ്രബോധകന്മാരും ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യതാണ്. ആ ഒരു അള്ളാഹുവിനെ പറ്റിയുള്ള ഭയവും പ്രതീക്ഷയും മനുഷ്യരിൽ ആ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ ഊന്നിയിട്ട് നിലനിർത്തുക എന്നുള്ളത്. നമ്മളെങ്ങനെ അള്ളാഹിനെ സ്നേഹിക്കാതിരിക്കുക? അള്ളാഹു എത്ര അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് സഹോദരങ്ങളെ. ഓരോ അനുഗ്രഹങ്ങളെപ്പറ്റി ആലോചിച്ച് നോക്കിയാൽ മതി. അറ്റമില്ലാത്ത അനുഗ്രഹമാണ് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ളത്. നമ്മൾ ഏത് അവയവം എടുത്താലും, നമ്മളൊരു കിഡ്നി മാത്രം എടുത്ത് നോക്കിയാൽ മതി. ഒരു ഡയാലിസിസ് ചെയ്യുന്ന ആളുടെ ഒരു ഇടങ്ങേറ്, ആഴ്ചയിൽ 3 ദിവസം പോകണം വരണം, 5 മണിക്കൂർ 4 മണിക്കൂർ മെഷീൻ്റെ അടുത്ത് കിടക്കണം, അരമണിക്കൂർ കയറ്റാനും അരമണിക്കൂർ ഇറക്കാനും, 4 മണിക്കൂർ അതിൻ്റെ അടുത്ത് കിടക്കണം. ആ വലിയൊരു പെട്ടിൻ്റെ അടുത്ത് ഒരു നാടൻ മാങ്ങൻ്റെ അണ്ടിൻ്റെ അത്ര വലിപ്പമുള്ളൂ കിഡ്നി പറഞ്ഞാൽ. ആ ഒരു കിഡ്നി മതി. അത് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പെട്ടിൻ്റെ അടുത്ത് വന്ന് ആഴ്ച 1.5 കിടക്കണം 3 ദിവസം. എന്നാൽ തന്നെ കിഡ്നീൻ്റെ പ്രവർത്തനം മുഴുവൻ കിട്ടുമോ? ഇല്ല. വേറെ ഇഞ്ചക്ഷൻസ്, ബ്ലഡ് ഉണ്ടാക്കാൻ ഇഞ്ചക്ഷൻ, കാൽസ്യത്തിന് വേറെ, എല്ലാത്തിനും വേറെ, അതിൻ്റെ പുറമെ വേറെയും പരിപാടികൾ. എന്നാലും ഒരു 8-10 കൊല്ലമാകുമ്പോഴത്തേന് ഡയാലിസിസ് ചെയ്യുന്ന ആളെ കണ്ട കറുത്ത് ഒരു പ്രത്യേക ഭൂതൈകാരം, ഒരു കോലായിട്ടുണ്ടാവും. ഇതൊന്നുമില്ലാതെ എത്ര കിഡ്നി പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ട, ഒരു പ്രയാസമില്ലാതെ. എങ്ങനെ കൈഫത്തൊക്കെ ഫുറൂനബില്ല, ഞങ്ങളെങ്ങനെയാണ് പടച്ചോനെ നിഷേധിക്കുക? അതുകൊണ്ട് സഹോദരങ്ങൾ, ആ അള്ളാഹിനെ പറ്റി നമ്മൾ അറിയണം. അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ, നാമഗുണവിശേഷണങ്ങളിലൂടെ ആ പടച്ചോനെ അറിയുമ്പോൾ നമുക്ക് ആ പടച്ചോനെ അടുക്കാൻ പറ്റും. ആ പടച്ചോനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. ആ പടച്ചോനെ നമുക്ക് ആരാധിക്കാൻ പറ്റും. ആ പടച്ചവനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്, ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത്. അത് പടച്ചവനോടുള്ള പേടി എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. ആ പേടിയും ഭയവും നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു ഹദീസുകൾ, കുറേ ഹദീസുകളുണ്ട്. അല്ല, എന്നെ സ്വാധീനിച്ച, എനിക്ക് കുറച്ചും കൂടി നമ്മൾ ആലോചിച്ചാൽ കുറച്ചും കൂടി ഒരു ഭയപ്പാട് തോന്നുന്നത്. ഇപ്പോൾ നരകശിക്ഷ പറഞ്ഞാലും ഖബർ ശിക്ഷ പറഞ്ഞാലൊക്കെ നമുക്ക് പേടിയുണ്ടാവും. അപ്പോൾ അതിനേക്കാൾ ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ നൂനിയ എന്ന ഗ്രന്ഥമുണ്ട്, അതിൽ പറയുന്നുണ്ട്, ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അതായത് അതിൽ പറയേണ്ടത്, ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ചല്ല ഞാൻ ഏറെ പേടിപ്പെടുന്നത്. ചെയ്തു പോയ പാപങ്ങളെ പറ്റിയല്ല എനിക്ക് കൂടുതൽ പേടിയുള്ളത്. ഞാൻ അതിനെപ്പറ്റിയല്ല പേടിക്കണം. കാരണം എന്താ വെച്ചാൽ അള്ളാഹു കാരുണ്യവാനാണ്. അള്ളാഹു പൊറുക്കലിനെ തേടുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് അതൊക്കെ പടച്ചോൻ ആത്മാർത്ഥമായി തൗബ ചെയ്ത് എന്ത് ചെയ്യും? പുറത്തു തരും. അതുകൊണ്ട് ചെയ്ത പാപങ്ങളെക്കുറിച്ചല്ല പേടി. എനിക്ക് വരാനിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ച്, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പന അനുസരിച്ച് എനിക്ക് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ പേടി. അതിനുള്ള തൗഫീക്ക് കിട്ടുമോ, അതാണ് എൻ്റെ പേടി. ചെയ്ത പാപങ്ങളെ പറയാം, കാരണം അത് തൗബ ചെയ്താൽ പടച്ചോൻ പുറത്തു തരും. പക്ഷേ ചെയ്യണ കാര്യങ്ങൾ, ഭാവി ഇനി വരാനുള്ള കാര്യം, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ചെയ്തു പോയത് ബേജാറാകണ്ട, പടച്ചോൻ തൗബ ചെയ്താൽ പുറത്തു വരും. ഇനി വരാനുള്ള ജീവിതത്തിൽ പടച്ചോനനുസരിച്ച് ജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ളത്. കാരണം ബുഖാരി ഹദീസിൽ കാണാം, അർബഊന നവവിയിലൊക്കെ ഉദ്ധരിച്ച ഹദീസുണ്ട്. നബിയും ഉദ്ധരിക്കുന്ന ബുഖാരിയിലുള്ള ഹദീസ് കാണാം, ഫവല്ലാഹി ഇന്ന അഹദക്കും യഅമലു ബിഅമലിൻ അഹ്ലിന്നാർ. ചില ആളുകൾ നരകത്തിൻ്റെ ആളുകളെ കാരണം അവർ കർമ്മങ്ങളൊക്കെ നരകത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്തിട്ട് ലാസ്റ്റ് മരിക്കണീൻ്റെ കുറച്ച് മുമ്പായിട്ട് എന്ത് ചെയ്യും? അവരുടെ കിതാബ് അവരെ മുൻകടക്കുന്നതാണ്. എന്നിട്ട് അവർ സ്വർഗത്തിൻ്റെ ആളുകളായിട്ട് മരിച്ചു പോകുന്നതാണ്. ഒരു പുരുഷായുസ് മുഴുവൻ നരകത്തിൻ്റെ കർമ്മങ്ങളുമായി ചെയ്ത് മരിക്കാൻ നേരത്ത് വിശ്വാസിയായിട്ട് മുസ്ലിമായിട്ടാണ് മരിച്ചു പോകുന്നത്. എന്നാൽ ചില ആളുകൾ നേരെ തിരിച്ചുണ്ട്. ഒരു പുരുഷായുസ് മുഴുവൻ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം എന്താവും? മരിക്കണീൻ്റെ കുറച്ച് മുമ്പ് അവരുടെ രേഖ അവരെ മുൻകടക്കും. അവരെന്ത് ചെയ്യും? അവർ നരകത്തിൻ്റെ ആളുകളായിട്ട് മരിച്ചു പോണ അവസ്ഥ ഉണ്ടാവും, കുഫറിലും ഷിർക്കിലായിട്ട്. അത് വളരെ ഭയപ്പെടേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? അതുകൊണ്ടാണ് ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസിൽ കാണാം, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. നിശ്ചയമായും കർമ്മങ്ങൾ അതിൻ്റെ അവസാനത്തിനനുസരിച്ച് ഉണ്ടാകുക. നമ്മളെങ്ങനെയാണ് ലാസ്റ്റ്, എങ്ങനെയാണ് അതിനനുസരിച്ച് നമ്മളെ ഗതി ഉണ്ടാകുക. അതുകൊണ്ട് ഓരോ കർമ്മം ചെയ്യുമ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് കർമ്മം നമുക്കറിയില്ല നമ്മളെപ്പോഴാണ് മരിക്കുകയെന്ന്. നമ്മളെ വിചാരം എന്താ പറയുക? നമുക്ക് എപ്പോഴും നമ്മൾ പിശാച് നമ്മളെ മനസ്സ് കിട്ടുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇനിയും കുറേ കഴിഞ്ഞിട്ടേ മരിക്കുക എന്നാണ്. എൻ്റെ വല്യാപ്പ കണ്ടല്ലോ, എത്ര കഴിഞ്ഞിട്ടാണ് മരിച്ചറിയോ? 110 വയസ്സാണ്. അവസാനം ഇവിടെ തൊണ്ടക്ക് ക്യാൻസർ ആയിട്ടാണ് മരിച്ചത്. 110. ഇതിൻ്റെ ഞാൻ പറയാം, ആൾക്കാർ പറയാം എൻ്റെ ബാപ്പി 100. അപ്പോൾ ഞാനും 100 എന്നപ്പോൾ പറയണേ.
എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞ് ഓൻ്റെ പേരക്കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ മരിച്ചുള്ളൂ. ഖബർ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ വിദൂരത്തായിട്ടാണ് കാണുന്നത്. നമ്മളെ മരണത്തെ നമ്മൾ പ്രതീക്ഷിക്കണില്ല, ആഗ്രഹിക്കൽ പോട്ടെ, പ്രതീക്ഷിക്കണില്ല. അത് വളരെ വിദൂരത്തായിട്ട് നമ്മൾ കാണും. പാടില്ല സഹോദരങ്ങളെ. മരണം എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും വരും. ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് മരിച്ചു, ഞാൻ ഇവിടെ വീണ് മരിക്കും. സിമ്പിളായിട്ട് പറയാം, അത് അറ്റാക്കാണ്. പെട്ടെന്ന് ഹാർട്ട് നിന്ന് അറ്റാക്കാ. മൂപ്പരിങ്ങനെ വയറിന് നടക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പാവല്ലേ, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഈ ഇരിക്കണ നിങ്ങളെ ഇവിടുന്ന് നിങ്ങൾക്ക് നീച്ചാൻ പറ്റുന്ന ഒരു ഉറപ്പില്ല. വേറെ ആരെങ്കിലും ഒന്ന് നീപ്പിച്ചൊരവസ്ഥ ഉണ്ടാവും. മനുഷ്യൻ വളരെ ദുർബലനാണ്. നിങ്ങൾ ആലോചിക്കുക, എത്ര ആൾക്കാർക്ക് സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഒരു ഭാഗമാണ് കൊയ്യാണ്, കഴിഞ്ഞില്ലേ. ഇടത്തെ ഭാഗമാണ് കൊയ്ഞ്ഞാൽ വർത്താനം കൂടി പോയി, സംസാരം പോവും അതിൻ്റെ കൂട്ടത്തിൽ. എന്തിനു പറ്റും പിന്നെ അങ്ങനെ പെണ്ണുങ്ങൾ പിടിച്ച് കൊണ്ടുവരാം ഫിസിയോതെറാപ്പിക്ക്. അങ്ങനെ കാണാ, തെറാപ്പിനോടെ പോയി ഇന്നാൽ മതി. എത്ര സ്ട്രോക്കുകാരെ വരുന്നത്. പണ്ടൊക്കെ വയസ്സന്മാരായിരുന്നു, ഇപ്പോൾ വയസ്സൊന്നുമില്ല. 30, 35, 40 വയസ്സായ ആൾക്കാരൊക്കെയാണ് പെണ്ണുങ്ങളിങ്ങനെ പിടിച്ച് ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുവരുന്നത്, ഒരു ഭാഗം താങ്ങിയിട്ട്. ഈ ഇരിക്കണോടത്തുനിന്ന് സംഭവിക്കും സഹോദരങ്ങളെ. ഇതിനൊന്നും കുറേ സമയം വേണ്ട. ഈ ഇരിക്കണ ഇരുത്തത്തിന് ചുണ്ടണ് കോടി തൊള്ളിന്ന് ഇങ്ങനെ കേലുണ്ട് ഒഴിച്ചാണ് മുഖം സൈഡിക്ക് കൊണ്ടുപോയി സ്കാൻ ചെയ്താൽ പറയും സ്ട്രോക്കാണ്, കഴിഞ്ഞു. മൂപ്പര പള്ളിക്കൊക്കെ കുറാം ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ സ്ട്രോക്കായി. ചിലപ്പോൾ 4 ആളൊക്കെ വന്ന് കാണുമായിക്കാരം, കഴിഞ്ഞു. പിന്നെ ഞങ്ങളൊന്നും ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഓരോ തെറാപ്പിൻ്റെ അവിടെ നിന്നൊക്കെ കണ്ടാലേ ഞങ്ങളിപ്പോൾ തെറാപ്പി എന്നെ ചോദിച്ചു, അത്രേ ഉള്ളൂ. ഇതൊക്കെ എപ്പോഴാണെങ്കിലും നിൽക്കും. ഒരു പള്ളിയിലിരുത്തം മാറുന്നില്ല. 2 ദിവസം ഗുളി കുടിച്ച് നോക്കി, മറ്റേ ചുക്കുള്ളും വെള്ളം കുരുളകൊക്കെ ഇട്ട് കുടിച്ച് മാറുന്നില്ല. അപ്പോൾ മനസ്സിലായി ഇതെന്തോ കുഴപ്പം, സ്കാൻ ചെയ്യണമെന്ന്. സ്കാൻ ചെയ്തു, ക്യാൻസറാണ്, കഴിഞ്ഞില്ലേ. വയറിന് ലിവറിനൊക്കെ എത്തിക്കണേ, ചികിത്സയൊന്നും ഇല്ലാന്ന്. ഇതൊക്കെ ആർക്കും വരാം. ഇതൊക്കെ എത്രയോ ഇന്നിപ്പോൾ ഞാൻ പറയണ നേരമാകുമ്പോഴത്തിന് ഈ നേരം പോലത്തെ ഈ നേരമാകുമ്പോഴത്തിന് എത്രയോ ആളുകൾക്ക് ഓരോ സ്കാനിങ് റിപ്പോർട്ട് കയ്യിൽ കിട്ടി നിൽക്കുകയാണ്. എത്രയോ ആളുകൾക്ക് ഓരോ റിപ്പോർട്ട് കയ്യിൽ കിട്ടി, പ്രതീക്ഷയില്ലാത്ത റിപ്പോർട്ടൊക്കെ നോക്കി നിൽക്കുകയാണ്. പ്രതീക്ഷയില്ലെന്ന് ആര് പറഞ്ഞു സഹോദരങ്ങളെ? അതാണ് ഈ വഹീൻ്റെ പ്രത്യേകത. പ്രതീക്ഷയുണ്ട്. ഈ ലോകം ഇവിടെ അവസാനിക്കുന്നില്ല, ഈ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. മരണാനന്തരത്തിലാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. ആ ബോധമാണ് ഈ വഹി നമുക്ക് നൽകുന്നത്, ആ പ്രതീക്ഷയാണ്. ഇവിടെ എന്ത് സംഭവിച്ചാലും ഒരു പേടിയും പേടിച്ചണ്ട. ഇതല്ല ജീവിതം. ആ ബോധം എന്താ ഉണ്ടാകാത്ത സഹോദരങ്ങളെ? അത് സഹാബത്തിനുണ്ടായിരുന്നു. നബി അവർക്കത് പഠിപ്പിച്ചു കൊടുത്തു, അവരത് മനസ്സിലാക്കി. നമുക്കെന്താണത് വരാത്തത്? ശരിയായ ജീവിതം തുടങ്ങണമെന്ന മരണത്തിന് ശേഷമാണ്. അതിലാണ് പ്രതീക്ഷ, അവിടെയാണ് പേടിക്കേണ്ടത്. അത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖബർ കാണുമ്പോൾ കരയുന്നതാണ്. ഖബറിനെ പറ്റി പറയുമ്പോൾ കരയും. എന്നിട്ട് കരഞ്ഞ് കണ്ണുനീരിങ്ങനെ നരച്ച താടി രോമങ്ങളിലൂടെ ഇങ്ങനെ ഉറ്റുറ്റ് വീഴുമായിരുന്നു എന്നാണ്. സഹാബത്ത് ചോദിക്കും, എന്താണ് ഉസ്മാൻ, അള്ളാൻ്റെ റസൂൽ നരകത്തെ പറ്റി പറയുമ്പോഴും നരകശിക്ഷ പറയുമ്പോഴൊന്നും ഇല്ലാത്തൊരു കരച്ചിലെന്താണ് ഈ ഖബർ കാണുമ്പം, അല്ലെങ്കിൽ ഖബറിനെ പറ്റി പറയുമ്പോൾ ചോദിക്കും. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു പറഞ്ഞൊരു മറുപടി ഉണ്ട്. അള്ളാൻ്റെ റസൂൽ പറയുമായിരുന്നു എന്ത്? ഖബർ എന്ന് പറഞ്ഞാലേ പരലോകത്തെ ആദ്യത്തെ സ്റ്റേഷനാണ്, ഫസ്റ്റ് സ്റ്റേഷനാണ്. അവിടുന്ന് എളുപ്പമാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ടൊക്കെ എളുപ്പമായിക്കാരം. അവിടെ കുടുങ്ങിയാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടൊക്കെ പെരുങ്കുടുക്കൈക്കാരം. അവിടുന്ന് ഊരാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അവിടുന്ന് ഒന്നും ഊരാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഖബറിലെ അവസ്ഥ ആലോചിച്ചിട്ട് കരയാണെന്നാണ് പറഞ്ഞത്. എത്ര ഖബറിൻ്റെ അടുത്ത് കൂടെ നമ്മൾ നടന്നുപോയി സഹോദരങ്ങളെ, എത്ര ആളുകളെ നമ്മൾ മറവ് ചെയ്തു പോന്നു. ഒരു ഖബർ കണ്ടപ്പോൾ നമ്മളെ താടി രോമങ്ങളിലൂടെ കണ്ണൂരുറ്റി വീണ സഹോദരങ്ങളെ, കണ്ണീരുറ്റി വീണോ? എന്തേ വീഴാത്തത്? ആ ബോധം എന്തേ നമുക്ക് വരാത്തത് സഹോദരങ്ങളെ? ഇത് ആ കരച്ചിൽ മാത്രമല്ല, വെറും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ കരഞ്ഞു പോയിട്ടില്ല. വെറും കരച്ചിൽ മാത്രമല്ല, ആ കരച്ചിൽ കർമ്മങ്ങളായി പുറത്തേക്ക് വരണം. മദീനക്കാർക്ക് ദാഹമാണ്, മദീനയിൽ വരൾച്ചയാണ്, കിണറ്റിൽ വെള്ളമല്ല എവിടെയും. ആകെ വെള്ളമുള്ളത് ഒരു ജൂതൻ്റെ കിണറ്റിൽ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണ്, ആരാണ് മദീനക്കാർക്ക് ആ കിണർ വാങ്ങിയിട്ട് കൊടുക്കുക എന്നാ ചോദിക്കണേ. 1000 ദീനാർ അന്നത്തെ കാലത്ത് കൊടുത്തിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കിണർ വിലക്ക് വാങ്ങിയിട്ട് മദീനക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. ആ ഖബറിന് കാണുമ്പം വെറും നുളോൾച്ചിൽ മാത്രമല്ല, ആ ഖബർക്ക് ഉണ്ടാക്കിക്കണ്. മദീന പള്ളിയിൽ സഹാബികളെ കൊള്ളാതായി. കാരണം സഹാബികളുടെ എണ്ണം കൂടി വരികയാണ്, ഇസ്ലാമിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ ആളെ കൊള്ളില്ല, പള്ളി വലുതാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, അപ്പുറത്തുള്ള സ്ഥലം ജൂതൻ്റെതാണ്, ഭയങ്കര വിലയാണ് അതിന് പറയുന്നത്.
ആരാണ് ആ സ്ഥലം വാങ്ങി പള്ളിക്ക് തരിക എന്നാ ചോദിക്കണേ? ഉസ്മാൻ റളിയല്ലാഹു ആ പള്ളിക്ക് ആ സ്ഥലം അന്നത്തെ കാലത്ത് ആയിരക്കണക്കിന് ദീനാർ കൊടുത്ത് വാങ്ങിക്കൊടുത്തു. ഇന്നും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നും മദീനയിൽ നമ്മൾ പോയി നിസ്കരിച്ചും അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ ആൾക്കാർ നിസ്കരിച്ചു കൊണ്ടിരിക്കുക. ഇന്നും അവിടെ ലൂറ് നിസ്കരിച്ചിട്ടുണ്ട്. ആ നിസ്കരിച്ച ആളെ കൂലിയൊക്കെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖബർക്ക് കിട്ടുകയാണ്. ഖബർ കാണുമ്പോൾ നുളോളിച്ചാൽ പോരാ, ആ ഖബറിൽ എന്താ ഉണ്ടാകുക എന്ന് കൂടി നോക്കണം. നമുക്ക് എന്താ ഉള്ളത് സഹോദരങ്ങളെ ഖബറിൽ? നിങ്ങൾ ഖബർ കിടക്കണ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ഖബറിൽ കിടക്കണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു വിചാരണ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്, ഒന്നുമില്ല വേറെ. നമുക്കിനി എന്തുള്ളൂ? നമ്മൾ ചെയ്ത കർമ്മരേഖക്കനുസരിച്ച് പടച്ചോൻ്റെ മുമ്പിൽ ഒരു വിചാരണ മാത്രമാണ് കെട്ടിക്കിടക്കണത്. വേറെ ഒന്നും ചെയ്യാനില്ല, ഒന്നും നമ്മളെ രേഖയ്ക്ക് കൂട്ടാൻ പറ്റൂല. നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ തടവുകാരനായി ഖബറിൽ ഇങ്ങനെ കഴിച്ചുവിട്ടാണ് വിചാരണയും കാത്ത്. ആ അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. നമുക്ക് എന്താ ഉള്ളത് നമ്മളെ ഖബർക്ക്? അവരൊക്കെ ഉണ്ടാക്കിയെന്നു ഖബർക്ക്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതാണ് നമ്മളെ ജീവിതത്തിന് മുന്നോട്ട് നയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാതെ പോയത് കൊണ്ടോ, ഇവിടെ എന്തെങ്കിലും നേടാതെ പോയത് കൊണ്ടോ, ഇവിടെ വലിയൊരു ശമ്പളം ഉണ്ടായില്ല, നല്ലൊരു ജോലി ഉണ്ടായില്ല, ഒരു കാറ് വരെ വാങ്ങാൻ പറ്റിയില്ല, ഒരു സൈക്കിൾ വരെ വെച്ച് സ്വന്തമായിട്ടുണ്ടായില്ല, അതൊന്നും ഒരു ദുഃഖമായി കാണേണ്ടതില്ല. ഇനി അതൊക്കെ ഉണ്ടായി വിചാരിച്ചോളി, എന്താ ചെയ്യാൻ പറ്റുക? എത്ര കാലം കോടികൾ വരുമാനമുണ്ട്, എന്താ ചെയ്യാൻ പറ്റുക? മാക്സിമം ഇപ്പോൾ 3 നേരം മന്തി തിന്നാൻ പറ്റും അല്ലേ? വേറെ ഇപ്പം എന്താ തൊള്ളോണ്ട് എന്താ ചെയ്യാൻ പറ്റുക? ഒരു ദിവസം രാവിലെ ഒരു പാൻറ്റും കുപ്പായി, ഉച്ചക്കൊരു പാൻറ്റും കുപ്പായി, രാത്രി ഒരു പാൻറ്റും കുപ്പായി ഇട്ട് ഒഴിവാക്കുക. ഒരു 90 പാൻറ്റും കുപ്പായി ഒരു ദിവസം ഉണ്ടാകും. വേറെ ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക? ഒരു നല്ല കാർ കൊടുക്കുക. ഇതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഇവിടുത്തെ ആസ്വാദനങ്ങൾക്കൊരു പരിധി ഉണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ എത്ര ഉണ്ടായാലും നമുക്ക് ചിലവാക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് വലിയ വലിയ പൈസക്കാരൊക്കെ പിന്നെ ചാരിറ്റി ആയിട്ടൊക്കെ ഇറങ്ങണത്. കാരണം ഇതിങ്ങനെ കെട്ടിക്കിടന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഇവിടെ കിട്ടിയെന്നോ, ഇവിടെ ദുനിയാവിൻ്റെ എന്തെങ്കിലും നേടി എന്നതോ നേടാതെ പോയി എന്നതോ ദുഃഖമായി സന്തോഷമായിട്ടോ സങ്കടമായിട്ടോ കാണേണ്ടതില്ല. അങ്ങനെ കാണേണ്ടവനല്ല ഒരു വിശ്വാസി. സന്തോഷിക്കേണ്ടത് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? അള്ളാഹ് പറഞ്ഞതുകൊണ്ടാണ്. സ്വർഗം കൊണ്ടാണ് പഠിച്ചോ സന്തോഷ വാർത്ത അറിയിച്ച്. ദുനിയാവിൻ്റെ ഒരു വില കുറഞ്ഞ ചരക്കും കാട്ടിയിട്ട് അള്ളാഹു നിങ്ങളോട് സന്തോഷിക്കാൻ പറഞ്ഞിട്ടില്ല. ദുനിയാവിന് അള്ളാഹു ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. മനസ്സിലാക്കണം നമ്മൾ. ദുനിയാവിന് എന്തെങ്കിലും ഒരു വില അള്ളാഹു കൽപ്പിച്ചിരുന്നെങ്കിൽ അള്ളാഹിൻ്റെ റസൂല് പട്ടിണി കിടക്കൂല സഹോദരങ്ങളെ. ദുനിയാവിന് വില കൽപ്പിച്ചിരുന്നെങ്കിൽ അള്ളാഹിൻ്റെ റസൂല് പട്ടിണി കിടക്കുമായിരുന്നില്ല. പലപ്പോഴും അള്ളാഹിൻ്റെ റസൂല് പട്ടിണിയായിരുന്നു. വഫാത്താകുന്ന സന്ദർഭത്തിൽ പോലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വയറ്റിൽ പട്ടിണിയായിട്ട് പടയങ്കി ജൂതൻ്റെ അടുത്ത് പണയം വെച്ച കാശ് കൊണ്ട് വാങ്ങിയ ഗോതമ്പിൻ്റെ ഭക്ഷണമാണ് മരിക്കണ സമയത്ത് പോലും അള്ളാഹിൻ്റെ റസൂലിൻ്റെ വയറ്റിലുണ്ടായിരുന്നത്. ദുനിയാവിനൊരു പ്രാധാന്യം സഹാബത്തിനെ പഠിപ്പിച്ചിട്ടില്ല. ദുനിയാവിനെ പറ്റി പറഞ്ഞാൽ എന്താ അറിയോ? ഒരു ചത്ത ആട്ടുംകുട്ടിൻ്റെ വില പോലും ദുനിയാവിനില്ല. നാടിൻ്റെ എന്നല്ല, ചത്ത ആടിനെ അറബിയാക്ക് കിട്ടിയ അന്നത്തെ കാലത്ത് അതിൻ്റെ തോലെടുത്ത് കണ്ടെങ്കിലും ഓല എന്തെങ്കിലും ഉണ്ടാക്കും. ചത്ത ഒരു വയസ്സും കൂടി ആകാത്ത ആട്ടുംകുട്ടിൻ്റെ തോലൊന്നിനും പറ്റൂല എന്നാണ്. തോല് വേണമെങ്കിൽ ആടിന് പ്രായമാകണം. ചത്തവിനൊന്നിനും പറ്റില്ലല്ലോ. ചത്ത ആട്ടുംകുട്ടിൻ്റെ വില പോലും ദുനിയാവിന് കൊടുത്തിട്ടില്ല എന്നാണ്, കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും നേടി എന്നതോ, ഇപ്പോൾ അംബാനി 15,000 കോടിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. 72 ലക്ഷം റുപ്യ ഒരു മാസത്തെ കറണ്ടും ബില്ല്. നമ്മളൊക്കെ തല കുത്തിന്ന് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? ഈ കേരളത്തിലെ മുഴുവൻ പെട്രോൾ പമ്പും ജിയോ പമ്പും ഒക്കെ ഈത്ത നിങ്ങൾക്ക് എത്ര വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പം അതാണോ സന്തോഷം? അത് കിട്ടാതെ പോയി എന്നതാണോ നമ്മളെ ദുഃഖം? അല്ല സഹോദരങ്ങളെ. കാരണം ഇതൊക്കെ കുറച്ച് കാലം ഉണ്ടാവുള്ളൂ. ഇതിന് ശേഷം അവസാനിക്കാത്ത ഒരു ജീവിതം വരാണ്ട്, അവസാനിക്കാത്ത ഒരു ജീവിതം. അവിടെ അസുഖങ്ങളില്ല, അവിടെ ഷുഗറില്ല, കൊളസ്ട്രോളില്ല. ഇവിടെ കുറേ ആൾക്കാർക്ക് തിന്നാൻ സൗകര്യമുണ്ട്, പക്ഷേ പറ്റണില്ല. അങ്ങനത്തെ ഒരു പ്രയാസം അവിടെ അല്ല. അവിടെ നഷ്ടങ്ങളോ ദുഃഖങ്ങളോ ഇല്ല. സന്തോഷത്തിന് ആ ഒരു ഷർത്തുമില്ല. അങ്ങോട്ട് സന്തോഷിക്കാം. ഇവിടെ കുറേ ഷർത്തുണ്ട് സന്തോഷിക്കണമെങ്കിൽ. നല്ല സന്തോഷിക്കണം നിൽക്കുമ്പം എന്തെങ്കിലും ഒരു മനസ്സിക്ക് പ്രയാസം വന്നാൽ സന്തോഷിക്കാൻ വയ്ക്കൂല അല്ലേ? അവിടെ എഞ്ചിനീയറിങ്ങിന് പഠിച്ച മകൻ ആക്സിഡൻ്റായി, അപകടത്തിലാണെന്ന് ഒരു ന്യൂസ് വിട്ട് ഇവിടെ നമ്മളിങ്ങനെ സന്തോഷിക്കാൻ നിൽക്കുമ്പോൾ ആ ന്യൂസ് വന്നാൽ സന്തോഷം പോയി. പിന്നെ നമുക്ക് ഒരു സന്തോഷം മനസ്സിക്ക് വരില്ല. നമ്മൾ എങ്ങ് തൊട്ടിനും കാര്യമില്ല. അതാണ് ഇവിടുത്തെ ദുനിയാവിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ. അതൊക്കെ മനസ്സിന് ഓരോ മനസ്സിൻ്റെ പ്രവർത്തനമാണ്. പക്ഷെ അള്ളാഹു സന്തോഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഫലിദാലിക ഫല്യഫ്റഹു, ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളി, സ്വർഗം കൊണ്ട് സന്തോഷിച്ചോളി. അതിനാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. അതാണ് സന്തോഷമായി കാണേണ്ടത്. ദുനിയാവിൻ്റെ എന്തെങ്കിലും വിഭവങ്ങൾ നേടി എന്നതോ നഷ്ടപ്പെട്ടു എന്നതോ അല്ല നമ്മുടെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും മാനദണ്ഡം. അതാകരുത്. പിന്നെ എന്താകണം?
അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നതിൽ നമ്മൾ എത്ര വിജയിച്ചു എന്നുള്ളതാണ്. ഇന്ന് ളുഹർ ജമാഅത്തിന് മിസ്സായി, അത് സങ്കടം തന്നെയാണ്. ഒരു ജമാഅത്ത് ളുഹർ പോയി എന്ന് പറഞ്ഞാൽ അത് വിഷമം തന്നെയാണ്. അതാകണം വിഷമം. അതാണ് സലഫുകൾ പറഞ്ഞത്. എന്ത് സലഫുകൾ പറഞ്ഞത് അതാണ്. എൻ്റെ കുട്ടി മരിച്ചു, എന്നെ കുറേ ആളുകൾ വന്ന് ആശ്വസിപ്പിച്ചു, ഇസ്തിർജാഹ് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആളുകളൊക്കെ വന്ന് ആശ്വസിപ്പിച്ചു. പക്ഷേ എൻ്റെ അസർ നമസ്കാരം ജമാഅത്ത് നഷ്ടപ്പെട്ടു. എന്നെ ആരും ആശ്വസിപ്പിച്ചില്ല, ആരും ഇസ്തിർജാഹ് പറഞ്ഞില്ല എന്നാണ്. അതാണ് വലിയ ദുരന്തമായിട്ട് അയാൾ കാണുന്നത്. അതാകണം സങ്കടം. ഒരു ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടത് സങ്കടമാകണം. ഒരു നന്മ മിസ്സായത്, ഒരു നന്മ ചെയ്യാൻ പറ്റിയില്ലതോ എന്നതായിരിക്കണം സങ്കടം. അല്ലാതെ ദുനിയാവിൽ ഇന്നത്തെ വരുമാനം കുറച്ച് കുറവാണല്ലോ, ഇന്ന് കച്ചവടത്തിൽ കലക്ഷൻ കുറച്ച് കുറവാണല്ലോ, അതിലല്ല ഒരു വിശ്വാസി സങ്കടപ്പെടേണ്ടത്. അതിങ്ങനെ മാറി മറിഞ്ഞൊക്കെ വരും. അതൊക്കെ കുറച്ചുള്ളൂ. നമ്മളിവിടുന്ന് പോയാൽ മക്കൾക്കാ കിട്ടുക. നമ്മളൊന്നും ഇത് കൊണ്ടുപോകില്ല. നമ്മളെന്താണോ ചെലവാക്കിയത് അതാണ് നമ്മളത്. നമ്മൾ ചെലവാക്കിയതാണ് നമ്മളത്. നമ്മൾ പോകുമ്പോൾ നമ്മൾ പേടിച്ചേണ്ടതും അത് തന്നെയാണ്. ആളുകൾ എപ്പോഴും പറയാൻ എന്താണ്, ഞാൻ മരിച്ച എൻ്റെ കുട്ടികളുടെ അവസ്ഥ എന്താണ്, എൻ്റെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണ്, ആരാ വീടുണ്ടാക്കി കൊടുക്കുക, ആരാണ് അവരെ പഠിപ്പിച്ച, എൻ്റെ സ്ഥാപനം എന്താവും, ഇതെന്താവും. സഹോദരങ്ങളെ അങ്ങനെയല്ലൊക്കെ നമ്മുടെ തോന്നലാണ്. ഒരിക്കൽ എന്താണ് നമ്മൾ ഇതൊക്കെ കൊടുക്കുമല്ലോ, സ്വതക്കും സക്കാത്തൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ്ട് നമ്മൾ പെരയ്ക്ക് പോകുമ്പം ഒരു യത്തീമിൻ്റെയും ഒരു മിസ്കീൻ്റെയും പേര് അടുത്തടുത്താണ്. അപ്പോൾ യത്തീമിനെ കിട്ടലുള്ളൂ. കാരണം എല്ലാവരും യത്തീമക്കൊക്കെ കൊടുക്കുക, നേർച്ചയിലൊക്കെ അങ്ങനെയുള്ളൂ. എന്തെങ്കിലും ഇടങ്ങേറ് വരുമ്പോൾ നമ്മളെ നാട്ടുകാരൊക്കെ യത്തീമിനാണ് നേർച്ചയിൽ ചെയ്യുക. അപ്പോൾ യത്തീമിൻ്റെ പെരയ്ക്ക് ഒന്നും ഇങ്ങനെ ആൾക്കാർ വന്ന് ഓരോന്ന് കൊടുക്കും. അപ്പോൾ ഇപ്പുറത്ത് മിസ്കീനാണ്. അപ്പോൾ അവിടെ പെണ്ണുങ്ങൾ ഈ കൊടുക്കാൻ വേണ്ട പൊതി ഉണ്ടാണ്ട് ഈ പെണ്ണുങ്ങൾ പുറത്തേക്ക് വന്നിട്ട് അറിയാം, ഞങ്ങൾക്കില്ലേ ചോദിച്ചു. നിങ്ങൾക്ക് ഇവിടെ ആളില്ലേ, ജോലിക്കൊക്കെ ആളില്ലേ. അപ്പോൾ ആ പെണ്ണ് പറയാണ്, ഇവിടെ ഒരു തന്തണ്ട്, പണിക്കും പോലും അങ്ങനെ കുത്തെടുക്കും. ഇയാളിവിടെ ഉള്ളതുകൊണ്ട് ആരും ഇങ്ങോട്ടൊരു പൊതിയായിട്ട് വരില്ല. ഇയാളൊന്ന് മരിച്ചിട്ടിയാൽ മതിനു, എന്നാൽ ഓൽക്കും പൊതിയിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ വിചാരം എന്താ അറിയോ, നമ്മളിങ്ങനെ ജീവിക്കണോണ്ടാണ് ഇതൊക്കെ. നമ്മൾ മരിച്ചാൽ നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പട്ടിണിയാവുന്ന ഒരു ചുക്കും സംഭവിക്കില്ല. എത്ര പറഞ്ഞിട്ടും നന്നാകാത്തൊരു മകൻ വാപ്പ മരിച്ചപ്പോൾ നന്നായി. ആൾക്കാർ പറഞ്ഞു വാപ്പ മരിച്ചത് നന്നായി, കാരണം അവന് ബോധം വന്നു. ജീവിച്ച കാലത്ത് വാപ്പ 18 അടവ് നോക്കി അവൻ നന്നാക്കാം, അവൻ നന്നായില്ല. മരിച്ചപ്പോഴും അവൻ നന്നായി. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചാണ് നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ. നമ്മളിട്ട് പോയാൽ കൂടി പൊളിഞ്ഞോടും, ഒരു പൊളിഞ്ഞാടില്ല. നമ്മൾ പോയാൽ, നിങ്ങൾ പോയാൽ സഹോദരങ്ങളെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ. നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ എന്താവുന്നല്ല, പോയോടുത്ത് എന്താവുന്നതാണ്. ഖബറിൽ എന്തായിക്കാരം സ്ഥിതി, എൻ്റെ ഖബറിലെ അവസ്ഥ എന്തായിക്കാരം പഠിച്ചോനെ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ ബാക്കിയാക്കിച്ച് പോണതിനെ പറ്റി നിങ്ങളൊരു പേടി പിടിച്ചണ്ട. ഇവിടെ അടിക്കടി സമുദായം മെച്ചത്തേക്കാണ് പോണത്. പണ്ട് ഒരു വള്ളിയിൽ ഓരോ പെരമരത്തി ചെന്നപ്പോൾ 4 വണ്ടിയാണ് കിടക്കണത്. പണ്ട് സൈക്കിള് ആഗ്രഹിച്ചവൻ്റെ കയ്യിൽ ഇപ്പോൾ 3-4 കാറാണ്. ഒരു പീടിയുള്ളവന് 4-5 പീടിയാണ്. കോമ്പല കണക്കിന് ഷോപ്പുകളാണ് ഇപ്പോൾ. വരുമാനം എന്താ ചെയ്യേണ്ട ആൾക്കാർക്ക് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും കൂടി ഒന്നും ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് നിങ്ങളൊരു പേടിയും പിടിച്ചാൽ, നിങ്ങൾ മരിച്ച് നിങ്ങളെ കുട്ടി എത്തിയുമോ എന്തായാലും ഇവിടെ കമ്മിറ്റിക്കാരുണ്ടാവും, കെട്ടിച്ചു പഠിപ്പിച്ചു പേരായിട്ട് കൊടുക്കും, ഒന്നും സംഭവിക്കില്ല. നിങ്ങളില്ലാത്തതിനേക്കാൾ ഹൈറൈക്കാരം, അത്രേ ഉള്ളൂ. പക്ഷെ പോയാണ്ടല്ലോ, എൻ്റെ ഖബറിലെ അവസ്ഥ എന്താ, അതാണ് ഞാൻ ആലോചിക്കേണ്ടത്. എൻ്റെ ഖബറിലെ അവസ്ഥ എന്താ, അതാണ് ഞാൻ ആലോചിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോവുകയാണ്. മർറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഖബറിൻ്റെ അരികിലൂടെ മർറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബറിൻ ദുഫിന ഹദീസൻ, വളരെ റീസെൻ്റായിട്ട് മറവ് ചെയ്യപ്പെട്ട ഒരു ഖബറിൻ്റെ അരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നടന്നു എന്നാണ്. നമ്മൾ എത്ര ഖബർസ്ഥാൻ നമുക്കറിയാം. ഖബർസ്ഥാനോട് ഇങ്ങനെ പോകുമ്പം ഇത് ഇന്നലെ മിഞ്ഞാന്നുണ്ടായ ഖബറാണ്, കണ്ടാൽ മനസ്സിലാവും. ഒരു പുതിയ മണ്ണും ഒരു നനവൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇത് പുതിയ ഖബറാണ്. നബി പറയാണ്, അബൂ ഹുറൈറ പറയാണ്, നബി ഇങ്ങനെ നടന്നു പോയി, നബി അവിടെ നിന്നു, സഹാബത്ത് നിന്നു. നബി പറയാണ്, ഈ ഖബറാളി, ഈ ഖബർ കിടക്കുന്ന ആളുണ്ടല്ലോ, അയാൾ ഇപ്പം എന്താ ആഗ്രഹിച്ചു കൊണ്ടിരിക്കണം നിങ്ങൾക്ക് അറിയുമെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താണ്, നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളെ ദുന്യാവിൻ്റെ നിങ്ങൾക്ക് ബാക്കിയുള്ള ആയുസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ആയുസ്സിൽ അയാളെങ്ങാനിഞ്ഞ് ഭൂമിക്ക് തിരിച്ചു വരികയാണെങ്കിൽ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ബംഗ്ലാവല്ല സഹോദരങ്ങളെ, പുതിയ ഇലക്ട്രിക്കിൻ്റെ വോൾവോ കാറല്ല അയാൾക്ക് ഇഷ്ടപ്പെട്ടത്, ബംഗ്ലാവുകളല്ല, ബിസിനസ് അല്ല.
അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഏറ്റവും നിസ്സാരമായി കാണുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. മിമ്മാ തഹ്കിറൂന വതംഫിലൂന എന്നാ നബി പറഞ്ഞത്. നിങ്ങൾ പുച്ഛിക്കും, നിങ്ങൾ നിസ്സാരമായി കാണുന്ന 2 റക്അത്ത്. ഈ പള്ളിക്കണ് കയറി വരുമ്പോൾ 1:08 കയറി 1:08 30 സെക്കൻഡാ, 1 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് ജമാഅത്ത് തുടങ്ങാം. പക്ഷെ നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. നമുക്കറിയാം 1.5 മിനിറ്റ് കൊണ്ട് സുന്നത്ത് നിസ്കരിച്ചാൽ ടട്ടട്ടക്കട്ടാണ് നമ്മൾ ഫാത്തിഹ മാത്രം ഓതി നിസ്കരിച്ചു, കൂലിട്ടോയിന്. അതാണ് ഏറ്റവും നിസ്സാരമായ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അതാണ് ഈ കബറാളിപ്പം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് നബി പറഞ്ഞു കൊടുക്കുകയാണ്. വേറെ ദുനിയാവല്ല. അങ്ങനെ ലോക്കായി നിൽക്കുന്ന ഒരവസ്ഥ നമുക്കൊക്കെ വരും കബറിൽ. നമ്മളെ മേലെ കൂടെ ആൾക്കാർ നടന്നു പോകും. ആ സമയത്ത് സഹോദരങ്ങളെ, ഇത് ഇപ്പൊ പറഞ്ഞു തരുന്ന എന്തിനാ? അത് സഹാബത്തിനാ പറഞ്ഞു കൊടുക്കണേ. ആ കിടക്കുന്ന മനുഷ്യനൊന്നും ചെയ്യാനില്ല, വിചാരണ മാത്രമേ കാത്തിക്കണുള്ളൂ. അള്ളാഹിന്റെ കാരുണ്യത്തിൽ മാത്രമേ പിന്നെ പ്രതീക്ഷയുള്ളൂ. പക്ഷെ നമുക്ക് പറഞ്ഞു തരുന്ന എന്തിനാ? ഇത് ചെയ്യാനുള്ള സമയമാണ്, ആരോഗ്യമുണ്ട്, അറിവുണ്ട്, ഇതിനിപ്പോൾ പറ്റും നിസ്കരിക്കാൻ. അതുകൊണ്ട് ഇത് നഷ്ടപ്പെടുത്തരുത്. ആ ഒരു ബോധം ഉണ്ടാകണം. നമ്മളെ കബറിൽ അതേ ഉണ്ടാവുള്ളൂ, നമ്മൾ ചെയ്തതേ നമുക്കുണ്ടാവുള്ളൂ. അതുകൊണ്ടൊരു നന്മ ചെയ്യണ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നന്മ ചെയ്യുക. അതാണ് ഇഖ്ലാസ് പറഞ്ഞാൽ. റബ്ബിന് പ്രതീക്ഷ വെച്ചുകൊണ്ട്, റബ്ബിൻ്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് നന്മ ചെയ്യുക. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അത്രയും നമ്മൾ ചെയ്യണ കർമ്മങ്ങൾ പടച്ചോൻ്റെ ആഗ്രഹം വെച്ച് ചെയ്യുമ്പോൾ നല്ല ഇഖ്ലാസ് വേണം. സൂറത്തു ഇൻസാൻ്റെ ആയത്തുണ്ടല്ലോ, എന്താണ്, ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ, ഭക്ഷിപ്പിക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞിടത്ത് ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല എന്നാണ്. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല ലാ നുരീദു മിൻകും ജസാഅം എന്ന് പറയണ്ടല്ലോ. ഞങ്ങൾ ഒരു പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഒരു പ്രതിഫലം ആഗ്രഹിക്കാതെ എന്നാണ്. അതിൻ്റെ തഫ്സീറിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയാണ്. അല്ല ആലോചിച്ച് നോക്കി, ചില ആളുകൾ ദാനം ചെയ്യുമ്പോൾ, സ്വതക്ക കൊടുക്കുമ്പോൾ, ഭക്ഷണം കൊടുക്കുമ്പോൾ എന്ത് പറയും? ഒന്നും ആഗ്രഹിക്കണില്ല കേട്ടോ പറയും. ഒന്നും ആഗ്രഹിക്കില്ല കേട്ടോ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, നിങ്ങൾ എനിക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് അതുപോലും പറയാൻ പാടില്ല എന്നാണ്. കാരണം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയല്ല നമ്മൾ കൊടുക്കണേ. നമ്മൾ കൊടുക്കുന്നത് അള്ളാഹിൻ്റെ തൃപ്തി ആഗ്രഹിച്ചു കൊണ്ടാണ്. അതുപോലും അതാണ് ശരിയായ ഇഖ്ലാസ്. നിങ്ങൾ ഇച്ചും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പോലും ഒരു ദാനം ചെയ്യുമ്പം പറയരുത്. അത് ഇഖ്ലാസ് പോകും. നമ്മൾ ആഗ്രഹിക്കണം ഓൻ്റെ പ്രാർത്ഥന ആഗ്രഹിച്ചിട്ടല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന പടച്ചോൻ്റെ പ്രതിഫലമാണ്. അത് ഓനോട് പ്രാർത്ഥിക്കാൻ പറയണ്ട, അതിൻ്റെ പേരിൽ പ്രാർത്ഥിക്കാൻ പറയേണ്ട ഒരു ആവശ്യമില്ല. അതാ ഇഖ്ലാസ് നഷ്ടപ്പെടുത്തുന്ന അദ്ദേഹം പറയണത്. അങ്ങനെ നമ്മൾ ചെയ്യണത് കുറച്ചാണെങ്കിലും, ഉള്ളത് മുതൽ കുറച്ചാണെങ്കിലും അത് ഇഖ്ലാസോടു കൂടി ചെയ്യാൻ ഇതേ ഖബർക്ക് ഉണ്ടാവും എന്നുള്ളൊരു ബോധത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റണം. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഇത് എപ്പോഴാണ് ഈ വണ്ടി നിൽക്കുക എന്ന് പറയാൻ പറ്റില്ല, എപ്പോഴാണ് നമ്മളെ ഖബറിലേക്കാകുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതുണ്ടാക്കാനുള്ള മാർഗ്ഗമാണ് ഈ നോമ്പ്, അതുണ്ടാക്കാനുള്ള മാർഗ്ഗമാണ് ഈ ഖുർആൻ. കാരണം ഈ വഹ്യ് ഖുർആനാണ്, അവരെ മാറ്റിയത് ഖുർആനാണ്. ഖുർആൻ്റെ ഓരോ ആയത്തിനും ഓരോ സൂറത്തിനും നമ്മളോട് പലതും പറയാണ്ട്. സൂറത്ത് യൂസുഫ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സൂറത്ത് യൂസുഫ് എന്നൊരു സൂറത്തുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരൊറ്റ കഥയാണ് യൂസുഫ് നബിൻ്റെ കഥ. സാധാരണ ഖുർആൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഒരു കഥ പറയുമ്പം അവിടെയും ഇവിടെയും കുറേശ്ശെ പറയാൻ ചെയ്യുക. ഒറ്റ കഥ ഒന്നായിട്ട് പറയണ സ്വഭാവം ഖുർആനിലില്ല. പക്ഷേ സൂറത്ത് യൂസുഫ് തുടക്കം മുതൽ ഒടുക്കം വരെ ഒറ്റ കഥയാണ്. സൂറത്ത് യൂസുഫ് എപ്പോഴാണ് ഇറങ്ങണം അറിയങ്ങൾക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിലാണ്. നബിൻ്റെ മനസ്സ് പറ്റെടങ്ങാറായപ്പോഴാണ് ഇറങ്ങിയത്. എന്തേ നബിൻ്റെ മനസ്സെടങ്ങാറായത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിൻ്റെ പേരിൽ അത്രയും പ്രയാസം നബിക്കുണ്ടായി. 2 പെൺമക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കെട്ടിച്ചിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ മരുക്കൾ ഡൈവോഴ്സാക്കി. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ മുജാഹിദായാളെ, നിങ്ങളെ മുജാഹിദായി കഴിഞ്ഞ് നിങ്ങൾ ആദ്യം മുജാഹിദാണിന് മുമ്പ് നിങ്ങൾ 2 പെൺകുട്ടികളെ കെട്ടിച്ചിട്ട് ആ 2 മരുക്കൾ നിങ്ങളെ മക്കളെ അങ്ങോട്ട് തൊലാക്കിയല്ലി പെരി കൊണ്ടാക്കി അങ്ങനെ ഉണ്ടാവും. അതിനേക്കാൾ ഭീകരമായ അവസ്ഥയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിൻ്റെ പേരിൽ മൂത്ത 2 പെൺകുട്ടികൾ ഡൈവോഴ്സായി പെരി വന്ന് കുത്തിരിക്കുകയാണ്. കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ വെറുത്തുകൊണ്ടിരിക്കുകയാണ്, ഉപദ്രവിക്കുക. പണ്ട് പുകഴ്ത്തിയ അല്ലമീനെന്ന് വിളിച്ചവർ ഇപ്പം സത്യം പറഞ്ഞപ്പം പണ്ട് അല്ലമീന്ന് വിളിച്ച ആൾക്കാർ അതേ നാവ് കൊണ്ട് ഇപ്പം എന്താ പറയണേ? ഭ്രാന്തനാണ്, ഓ മജ്നൂനാണ്, ഓ സാഹിറാണ്, ഓ കള്ളനാണ് എന്നാണ് പറയണത്. മജ്നൂൻ, ഭ്രാന്തൻ എന്നൊക്കെ നബിനെ വിളിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അങ്ങനെ അത്രയും വിഷമം ഉണ്ടാവില്ല നബിക്ക്. ഇത് വിളിക്കണ ആരാ? കുടുംബക്കാർ, അയൽവാസികൾ, സഹോദരങ്ങളാണ് ഈ വിളിക്കണത്.
നബിക്ക് അങ്ങേറ്റത്തെ വിഷമമുണ്ടായി. ആ വിഷമം മനസ്സിലാക്കണമെങ്കിൽ സൂറത്തു കഹ്ഫിന്റെ ആയത്തോതണം. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ. അവർ വിശ്വസിക്കാത്തതിൻ്റെ പേരിലുള്ള സങ്കടത്താൽ നീ ജീവനൊടുക്കുന്നവനായേക്കാം എന്നാണ്. തഫ്സീർ വായിച്ചു നോക്കി, ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. നബി ഇങ്ങനെ മനസ്സ് ഇടങ്ങാറായിട്ടേ നബി ആ മലൻ്റെ മേലെ നിന്ന് ചാടിയാലോ എന്ന് വിചാരിച്ചു, മനസ്സ് വിഷമിച്ചിട്ട്. കാരണം ആരാണ് ഈ പരിഹസിക്കുന്നത്? കുടുംബക്കാർ, സഹോദരങ്ങൾ. എന്തിൻ്റെ പേരിൽ? ലാത്തനെ വിളിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, മനാത്തനെ വിളിക്കരുത്, പടച്ചോനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അത്രയും വിഷമമുണ്ടായി നബിക്ക്. അപ്പോഴാണ് സൂറത്തു യൂസുഫ് ഇറങ്ങണത്. സൂറത്തു യൂസുഫ് ഇറങ്ങണത് നബിക്ക് സമാധാനം കൊടുക്കാൻ. എന്താ സൂറത്തു യൂസുഫിലുള്ളത്? നബി സല്ലല്ലാഹു യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഞങ്ങൾ ആലോചിക്കി. ഒരു മാതാപിതാക്കളുടെ വാത്സല്യം കിട്ടേണ്ട ഒരു പ്രായത്തിൽ, സ്നേഹം കിട്ടേണ്ട ഒരു പ്രായത്തിൽ ഏട്ടന്മാർ സ്നേഹം കൊടുക്കേണ്ട, സംരക്ഷിക്കേണ്ട ഏട്ടന്മാർ കൂടി കിണറ്റ് കൊണ്ടിടുകയാണ്. അവിടുന്ന് അടിമച്ചന്തി കൊണ്ട് വിൽക്കുകയാണ്, വിൽക്കപ്പെടുകയാണ്. അവിടുന്ന് കൊട്ടാരത്തിൽ വരികയാണ്. എന്നിട്ട് അവിടുന്ന് വളർന്ന് നല്ലൊരു പ്രായമായപ്പോഴോ ലൈംഗിക ആരോപണത്തിൻ്റെ പേരിൽ ജയിലിൽ പോവുകയാണ്. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോണ്. അത് ആലോചിക്കുക, എത്ര കൊല്ലാണ് ജയിലിൽ കിടക്കണത്? ചെയ്ത തെറ്റിനല്ല, ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കൊല്ലങ്ങളോളം ജയിലിൽ കിടക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് തിരിച്ചു വരികയാണ്. ഈ ബാപ്പാൻ്റെ ഇമ്മാൻ്റെ അടുത്തേക്ക്, സഹോദരങ്ങളുടെ അടുത്തേക്ക് അള്ളാഹു തിരിച്ചു കൊണ്ടുവരികയാണ്. സഹോദരങ്ങൾ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോവുകയാണ്. പടച്ചോ അവരെ തമ്മിൽ മുട്ടിപ്പിക്കുകയാണ്. പടച്ചോൻ പറയാണ്, നബിയെ വിഷമിക്കണ്ട, ഈ മക്കാരൊക്കെ തിരിച്ചു വരും, ഈ മക്കയിലേക്ക് തിരിച്ചു വരും. ഇതൊക്കെ ഇവരുടെ സ്നേഹം കിട്ടുന്ന ഒരു സമയം തിരിച്ചു വരും എന്നുള്ള ഒരു സൂചനയാണ് ആ സൂറത്ത് യൂസുഫ് നബിൻ്റെ ചരിത്രം പറഞ്ഞിട്ട് നബിനെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ സൂറത്തിനും ഓരോ ചരിത്രമുണ്ട്, ഓരോ സൂറത്തിനുണ്ട്. ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന. സൂറത്തു ഫതഹ് എന്താ? സൂറത്തു ഫതഹ് ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട സൂറത്താണ്. ഹുദൈബിയ സന്ധിൻ്റെ സമയത്താണ് സൂറത്തുൽ ഫതഹ് ഇറങ്ങണത്. എന്താ ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞാൽ? മദീനത്ത് പോയിട്ട് അവർ ഉംറക്ക് വരികയാണ്. മദീനത്തേക്ക് ഹിജറ പോയതിൻ്റെ ശേഷം അവിടുന്ന് ഉംറക്ക് വരികയാണ് കുറച്ച് ആൾക്കാർ. മക്കൻ്റെ ബോർഡറിൽ വെച്ച് കുറേശ്ശികൾ തടഞ്ഞു. പറ്റൂല, ഇവിടുന്നാണ് പോകാൻ പറ്റൂലായിരുന്നു, ഇവിടുന്നാണ് പോകാൻ പറ്റൂലായിരുന്നു. അങ്ങനെ അവർ പ്രശ്നം ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടായി. അവസാനം ഒരു കരാർ എഴുതാൻ തീരുമാനിക്കുകയാണ്. അമ്രു ബിൻ സുഹൈൽ വന്നിട്ട് കരാർ എഴുതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പറ്റൂലായിരുന്നു, ബിസ്മില്ലാന്ന് മതി, റഹ്മാനുർ റഹീം ഒന്നും വേണ്ടാന്ന്. റഹ്മാനുർ റഹീമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളും എന്താ വ്യത്യാസം? ബിസ്മില്ല എന്നിട്ടാണ് തുടങ്ങണത്. ഇക്കൊല്ലം ഉംറ ചെയ്യാൻ പറ്റില്ല, പോയിക്കോളി ഇവിടുന്ന്. അതാണ് ആദ്യത്തെ കോൺട്രാക്റ്റ്. ആദ്യത്തെ തന്നെ ഇവിടുന്ന് ഇക്കൊല്ലം ഉംറ ചെയ്യാൻ പറ്റില്ല, വന്നത് ഉംറക്കാണ്, ചെയ്യാൻ പറ്റും, മക്കത്ത് പോകാൻ പറ്റില്ല, തിരിച്ചു പോകണമെന്ന്. അതിൽ നിങ്ങൾ ഇന്ന് എടുത്തു ഹുദൈബിയ സന്ധിയിലെ ഓരോ സാധനങ്ങളെടുത്ത് ഓരോ പോയിന്റും നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കി. അത് പ്രത്യക്ഷത്തിൽ കണ്ടാൽ അംഗീകരിക്കാൻ കഴിയില്ല. ഉമർലാവിന് ദേഷ്യപ്പെട്ടില്ലേ, എന്താ നബി ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കുകയെന്ന്. അതിനെപ്പറ്റിയാണ് എന്ത് പറഞ്ഞത്? ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന. വ്യക്തമായ വിജയമാണെന്ന്. ആ സന്ധി വായിച്ചാൽ നമുക്ക് അപ്പോൾ തോന്നൂല വിജയമാണെന്ന്, നമ്മൾ തോറ്റമാരിയെ തോന്നുക. പക്ഷേ അതിനെപ്പറ്റി പടച്ചോൻ പറയണത് ജയമാണെന്ന്. പിന്നെ ചരിത്രം പരിശോധിച്ച് നോക്കി, ഇസ്ലാമിൻ്റെ മുഴുവൻ വിജയങ്ങളുടെയും അടിസ്ഥാനം ആ ഒരു സന്ധിയാണ്, ഹുദൈബിയ സന്ധി. ആ ചരിത്രം അറിയാതെ എങ്ങനെ നിങ്ങൾ സൂറത്തുൽ ഫതഹ് ഓതുക? സൂറത്തു ആലു ഇമ്രാൻ ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ്. ഉഹുദ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാത്ത ഒരാളെങ്ങനെ ആലു ഇമ്രാൻ മനസ്സിലാക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുറിവേറ്റില്ലേ, പല്ല് പൊട്ടിയില്ലേ, മുറിവേറ്റിൽ എന്തൊക്കെ വിഷമം നബിക്കുണ്ടായി സഹോദരങ്ങളെ. ആ യുദ്ധത്തിൽ ഒരു പ്രവാചകനാണ്, അഷ്റഫുൽ ബഷറാണ്, ഏറ്റവും നല്ല മനുഷ്യനാണ് ലോകത്തെ. ജനിച്ചതും ജനിക്കാനിരിക്കുന്നതുമായ മനുഷ്യരിൽ ഏറ്റവും ഷറഫാക്കപ്പെട്ട മനുഷ്യനാണ് മുറിവേറ്റത്, ചോരൊലിച്ചത്, പ്രയാസം ഉണ്ടായത്. ആ യുദ്ധം പശ്ചാത്തലം മനസ്സിലാക്കാതെ എങ്ങനെ നിങ്ങൾ ആലു ഇമ്രാൻ ഓതുക? സൂറത്തു അംഫാൽ, ബദർ യുദ്ധം മനസ്സിലാക്കാതെ നിങ്ങൾ എങ്ങനെ സൂറത്തു അംഫാൽ ഓതുക? ഓരോ ആയത്തിനും ഓരോ സൂറത്തിനും നമ്മളോട് കുറേ ചരിത്രം പറയാനുണ്ട്. അത് മനസ്സിലാക്കാതെ നമ്മൾ എങ്ങനെയാണ് സഹോദരങ്ങളെ ഈ ഖുർആൻ ഉൾക്കൊള്ളുക? അതുകൊണ്ട് ഖുർആൻ നമ്മൾ പഠിക്കണം, അതിനുള്ള അവസരമാണ്. തെക്കുവണ്ടാകാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണത്. അള്ളാഹിനെ പറ്റി ഏറ്റവും അറിയാനും അള്ളാഹിനെ മനസ്സിലാക്കാനും അള്ളാഹിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കാനും ഉള്ള ഏറ്റവും വേണ്ടപ്പെട്ട സാധനമാണ് ഖുർആൻ. ആ ഖുർആനിൽ നിന്നാണ് നമ്മൾ ഈമാൻ കൊള്ളേണ്ടത്. ഫൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുന സാദത്തുഹും ഈമാനാണ്. ഒരായത്തിന് കേട്ട ഒരാ ഈമാൻ വർദ്ധിക്കുന്നതാണ്. നമ്മൾ ഈമാൻ എന്താ വർദ്ധിക്കാത്ത? നമ്മൾ മനസ്സിലാക്കണില്ല. നമ്മൾ കേവലം കൂലി കിട്ടാൻ വേണ്ടി ഓതുകയാണ്. ഒരു ഖത്തം, 2 ഖത്തം, 3 ഖത്തമായി വേണം, കൂലി കിട്ടും. അലിഫ് ലാം മീം. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. മിനിമം 10 പ്രതിഫലം, അപ്പോൾ 30 കിട്ടുന്നതാണ്. ഒരു പ്രാവശ്യം ഖുർആൻ ഓതിയാൽ 30 ലക്ഷം ഹർഫുണ്ട് ഖുർആനിൽ.
3 ലക്ഷം ഹർഫുണ്ട്, അപ്പോൾ 30 ലക്ഷം കൂലി മിനിമം കിട്ടേണ്ട തന്നെയാണ്. പക്ഷെ അതിനല്ല ഖുർആൻ ഇറക്കിയത്. അഫലാ യതദബ്ബറൂനൽ ഖുർആന, നിങ്ങൾ ഖുർആനെ പറ്റി ആലോചിക്കുന്നില്ല എന്നാണ്. വെറും ആലോചനയല്ല, ഉറ്റാലോചിക്കുന്നില്ല എന്നാണ്, മെനക്കെട്ട് ആലോചിക്കുന്നില്ല എന്നാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ ഈമാൻ വർദ്ധിക്കും. കാരണം അതിൽ ഓരോ ആയത്തും നമ്മളോട് കുറേ പറയാനുണ്ട്, കുറേ ചരിത്രങ്ങളുടെ അതിൻ്റെ പിന്നിൽ. അത് മനസ്സിലാക്കി, ആ ആയത്ത് മനസ്സിലാക്കി നമ്മൾ മാറണം സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ പ്രകടമായ മാറ്റം വരണം. അള്ളാഹിനെപ്പറ്റി നല്ലൊരു വിചാരം, എത്ര തന്നെ തിന്മകൾ സംഭവിച്ചു പോയാലും അള്ളാഹിനെപ്പറ്റി നല്ലൊരു വിചാരം വേണം. ഒരു യുവാവ് ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിക്കാൻ പോവാണ്. അപ്പോൾ നബി ചോദിക്കണം, എങ്ങനെയുണ്ട്? കൈഫ തെജിദു നിങ്ങളെ തെജിദുല്ല, നീ എങ്ങനെയാണ് അള്ളാഹിനെ കാണുന്നത് എന്നാണ് ചോദിക്കണം. അള്ളാഹിനെപ്പം എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ പാപങ്ങളെപ്പറ്റി ഭയങ്കര ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഭയങ്കര പേടിയുണ്ട്, എന്നാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് എന്നാണ്. അപ്പോൾ അതാണ് ശരിയായ ഒരു വിശ്വാസം. അള്ളാഹുവിൻ്റെ റസൂലോടെ സർട്ടിഫിക്കേഷൻ കൊടുക്കുകയാണ്. ഇതാണ് ഏറ്റവും നല്ല അതാണ് ശരിയായ വിശ്വാസം. എന്ത് പ്രയാസവും പ്രതിസന്ധി തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പടച്ചോനെപ്പറ്റി നല്ലൊരു വിശ്വാസം. മരിക്കണീൻ്റെ 3-4 ദിവസം മുമ്പ് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ കാര്യം ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ലാ തമൂതുന്ന അഹദുക്കും, നിങ്ങളൊരാളും തന്നെ മരിച്ചു പോകരുത് അള്ളാഹിനെപ്പറ്റി നല്ലൊരു വിചാരത്തിലല്ലാതെ എന്നാണ്. അതുകൊണ്ട് മരിക്കാൻ കിടക്കുമ്പോഴും അള്ളാഹിനെപ്പറ്റി നല്ലൊരു വിചാരം. എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് പടച്ചോൻ പുറത്തു തരും. കാരുണ്യവാനാണ് റബ്ബ് എന്ന് അള്ളാഹുവിനെപ്പറ്റി നല്ലൊരു വിചാരം നമുക്ക് വേണം. അള്ളാഹു കാരുണ്യവാനാണ്. അള്ളാഹിൻ്റെ പേരൊക്കെ നിങ്ങൾ എടുത്തു നോക്കി. റഹ്മാൻ, റഹീം, വദൂദ്, വദ്ദ യവുദ്ദു എന്നൊക്കെ പറഞ്ഞ അറബി പദം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന് ഞാൻ അതിൻ്റെ അപ്പുറത്തൊരു അറബി പദം ഉപയോഗിക്കാനല്ല, അതിനാണ് വദൂദ് എന്നുണ്ടായത്. പടച്ചോൻ വദൂദാണ്. പടച്ചോൻ അത്രയും നമ്മളോട് സ്നേഹമുണ്ട്. അതുകൊണ്ടല്ലേ അള്ളാഹു ഇതൊക്കെ ഇറക്കി തന്നത്, ഈ വഹിയും ഈ നന്മ തിന്മകളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള ഗ്രന്ഥം ഇറക്കി തന്നത് കൊണ്ടല്ലേ, നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ട്. നന്മകൾക്ക് നോക്കി, നന്മകൾക്ക് ഇരട്ടിക്കാണ് പ്രതിഫലം. ഒരു നന്മക്ക് 1 മിനിമം 10. അത് പിന്നെ 70,000 ആവും. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഉദ്ദേശശുദ്ധിയും നമ്മളെടുക്കുന്ന എഫർട്ടും അനുസരിച്ച് അതിനെന്ത് ചെയ്യും? അതിൻ്റെ പ്രതിഫലം കൂടും. പ്രതിഫലം കൂടും. അതുകൊണ്ട് ഒരു തിന്മക്ക് ഒരു കുറ്റേ ഉള്ളൂ, അതെന്നെ ചെയ്താലേ ഉള്ളൂ. ഒരു തിന്മ ഒരാൾ ചെയ്യാൻ ഉദ്ദേശിച്ചു, ഖുദ്സി ഹദീസിൽ കാണാം, ഒരു തിന്മ ഒരാൾ ചെയ്യാൻ ഉദ്ദേശിച്ചു, എന്നിട്ട് അയാൾ ചെയ്തില്ല, അപ്പോഴൊരു കൂലിയാണ്. ഒരു തെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് പടച്ചവനെ ഓർത്തിട്ട് ചെയ്യാന്നാൽ ഒരു കൂലിയാണ്. ഇനി ഒരു തെറ്റ് ചെയ്താലോ അതിനൊരു കുറ്റേ ഉള്ളൂ. എന്നാൽ തന്നെ അത് രേഖപ്പെടുത്തുമ്പം മലക്കിനോട് പടച്ചോൻ പറയുന്നതാണ്, എഴുതല്ലോ എൻ്റെ അടിമ പശ്ചാത്തപിക്കുമെന്ന് നോക്ക്, തൗബ ചെയ്യോ നോക്ക്, ഓൻ പശ്ചാത്തപിക്കണേ മാച്ചളറിയും. എങ്ങനെ സഹോദരങ്ങൾ നരകത്ത് പോകൂല. ഒരു നന്മക്ക് 1000 പ്രതിഫലമാണ്, ഒരു തിന്മക്ക് ഒരു കുറ്റേ ഉള്ളൂ. അത്രയും കാരുണ്യവാനായ പടച്ചോനെ എങ്ങനെയാണ് നമ്മൾ നിഷേധിക്കുക? സാധിക്കൂല, ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അള്ളാഹിനെ പറ്റി നല്ലൊരു വിചാരത്തിലാകണമെങ്കിൽ ഈ വഹി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അള്ളാഹിനെപ്പറ്റി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനുള്ള മാർഗം ഈ ഖുർആനും ഈ ഹദീസും തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പകർന്നു കൊടുത്ത ആ പാഠങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് നമ്മളെ മുമ്പിൽ ഇന്നുണ്ട്. അത് പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മളെ മുമ്പിലുണ്ട്. അതിനുള്ള കൂട്ടായ്മകളാണ് ഇതൊക്കെ. ഈ ഖുർആനും ഹദീസുമൊക്കെ എങ്ങനെയാണ് സഹാബത്ത് മനസ്സിലാക്കിയത്, എങ്ങനെയാണത് താബീയങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത്, താബീയങ്ങൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയത്, അവരെങ്ങനെയാണ് ജീവിച്ചത്, അത് കൃത്യമായിട്ട് പഠിപ്പിക്കാൻ തന്നെയാണ് നമ്മൾ ഈ ദീനും ഈ ക്ലാസ്സുകളും ഈ ഖുർആൻ ക്ലാസ്സും ഹദീസ് ക്ലാസ്സും ഈ പീസ് റേഡിയോ, ഈ അന്നൂർ ഖുർആൻ പഠന പരമ്പര, എല്ലാ കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അത് പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തി നന്മകളിൽ നമ്മൾ മുന്നേറുക. ഏത് സമയത്ത് നമുക്ക് ഇവിടുന്ന് വിട വാങ്ങേണ്ടി വന്നാലും നമ്മുടെ കർമ്മരേഖയിൽ കുറച്ച് അമലുകൾ നമ്മൾ സമ്പാദിക്കേണ്ടതുണ്ട്. അത് ഖുർആനാകട്ടെ, ഖുർആൻ പഠിക്കാനും ഖുർആൻ മനസ്സിലാക്കാനും. ഖുർആൻ പഠിക്കാൻ തന്നെ ചില ആൾക്കാരോടൊക്കെ ഇഫ്ളാക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഖുർആൻ പഠിക്കാൻ പറഞ്ഞാൽ ഒരു 3-4 ഓതും, എന്നിട്ടോ 3-4 ഓതിയിട്ട് പിന്നെ പറയും അതൊന്നും ഇപ്പം നടക്കൂല, ഈ പ്രായത്തിൽ അതൊന്നും നിൽക്കണില്ല എന്നറിയും. സഹോദരങ്ങളെ, നമ്മൾ നിൽക്കുന്നത് നോക്കിയിട്ടല്ല, റിസൾട്ട് നോക്കിയിട്ടല്ല, നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. എത്ര ചെയ്തു എന്നുള്ളതല്ല, എന്ത് ചെയ്തു എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്. നമ്മൾ റിസൾട്ട് ഒരിക്കലും നോക്കേണ്ട കാര്യമല്ല. നമ്മൾക്ക് അള്ളാഹിൻ്റെ റസൂല് വഹി വരുന്ന സന്ദർഭത്തിൽ ഇപ്പം ഈ ജിബ്രീലിങ്ങോട്ട് ഖുർആൻ ഓതിക്കൊടുക്കും. അപ്പം നബി ഓതും, പിന്നെ ജിബ്രീലാണ് പോവും. അപ്പം നബിക്ക് ടെൻഷനായി. കാരണം എന്താ വെച്ചാൽ ജിബ്രീൽ ഓതി തന്ന പോലെ സഹാബത്തിന് ഓതിക്കൊടുക്കാൻ കഴിയൂലെന്ന പേടിയാണ്.
മറക്കുവോ തെറ്റുവോ എന്ന് നബിക്ക് പേടിയാണ്. അപ്പം ജിബ്രീൽ പോയേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? ആ ഓതിത്തന്നത് പിന്നെ ഇങ്ങനെ നാവിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ലാ തുഹർരിക് ബിഹി ലിസാനക് എന്നുള്ള ആയത്തുണ്ട്, അതിൻ്റെ തഫ്സീർ വായിച്ചു നോക്കി. എന്തേ നബിയെ നിങ്ങളിങ്ങനെ നാവിട്ട് അടിക്കണ്ടെന്ന് അള്ളാഹ് പറയാണ്. അപ്പം എന്തിനാ അള്ളാഹ് അങ്ങനെ നബിനോട് പറയണേ? ഒരു വഹിയാണ് വന്ന് പോകുമ്പോഴത്തിന് നബിക്ക് ബേജാറാകാണ്. പടച്ചോനെ ഇത് മറന്നു പോകുമോ? സഹാബത്തിന് ഓതി കൊടുക്കുമ്പോൾ തെറ്റിപ്പോകുമോ? ഇത് മാറിപ്പോകുമോ? അതുകൊണ്ട് ഇങ്ങനെ നബി ഇങ്ങനെ ചെല്ലി നിൽക്കുകയാണ്. അപ്പോൾ പടച്ചോൻ പ്രയാസം കണ്ടിട്ട് പടച്ചോൻ പറയാണ്, ലാ തുഹർരിക് ബിഹി ലിസാനക്, നബിയെ നിങ്ങളിങ്ങനെ നാവിട്ട് അടിക്കണ്ട, ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഖുർആന്. നമ്മൾ 2-3 വട്ടം ഒരു ആയത്ത് ഓതിയിട്ട് ഒന്നും നിൽക്കണില്ല, ഇനി കഴിയൂലാന്ന്, ഒക്കെ സമയം കഴിഞ്ഞിക്കണ്. സഹോദരങ്ങളെ, നമ്മൾ ഹിഫ്ളാക്കിയോ എന്നുള്ളതല്ല, നമ്മൾ മെനക്കെട്ടോ എന്നുള്ളതാണ്. ഇസ്ലാമിലെ ഔഡിയും റിസൾട്ട് നോക്കിയിട്ടല്ല, നമ്മൾ എടുക്കുന്ന മെനക്കെട് നോക്കിയിട്ടാണ് കൂലി. റിസൾട്ട് നോക്കേണ്ട കാര്യമില്ല, പടച്ചോനാണ് നോക്കുക. നമ്മൾ റിസൾട്ട് നോക്കേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർ സമ്മേളനത്തിനും ഇതിനൊക്കെ പിരിവ് ചോദിക്കുമ്പോൾ കുറച്ച് പൈസ തരണം, നമ്മുടെ വലിയ സമ്മേളനം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളെ സമ്മേളനം കൊണ്ടൊരു മെച്ചം? എത്ര ആൾ മാറി? അങ്ങനെ എത്ര ആൾ മാറിയതിനനുസരിച്ചല്ല കൂലി. നമ്മൾ നോക്കി, നാളെ മഹ്ശറിൽ കുറേ നബിമാർ വരുന്നതാണ്, ആരും ഇല്ലാത്ത നബിമാർ. ഒരു ആയുസ് മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞെടുത്തിട്ട് ഒരാളെയും കൂടി കിട്ടാത്ത നബിയൊക്കെ ഉണ്ടാവും നാളെ മഹ്ശറിൽ. അപ്പോൾ ഒരാൾ വരുന്നുണ്ടോ വരുന്നില്ല എന്നുള്ളതല്ല, നിങ്ങൾ തയ്യാറാണോ, നിങ്ങൾ പറയുന്നുണ്ടോ എന്നുള്ളതാണ്. നൂഹ് നബി അലൈഹിസ്സലാം, ആരാണ് നൂഹ് നബി? 950 കൊല്ലം തഴവത്തെടുത്തിട്ട് ആകെ വിരലെണ്ണാവുന്ന ആൾക്കാരാണ് മാറിയത്. ഇന്ന് വല്ല കോർപ്പറേറ്റ് കമ്പനിയിലാണ് നൂഹ് നബിക്ക് പണിയുന്നുണ്ടെങ്കിൽ എന്നോ പിരിച്ചു വിട്ടുണ്ടാവും, റിസൾട്ട് ഇല്ലാത്ത പറഞ്ഞിട്ട്. നൂഹ് നബി ആരാണ് സഹോദരങ്ങളെ? ഉലുൽ അസ്മിന്റെ പ്രവാചകനാണ്. ആരാ ഉലുൽ അസ്മ്? ഏറ്റവും ടോപ്പായിട്ടുള്ള 5 പ്രവാചകന്മാരുണ്ട്. ഈസാ നബി, മൂസാ നബി, ഇബ്രാഹിം നബി, മുഹമ്മദ് നബി, നൂഹ് നബി. ഇവരാണ് ടോപ്പ് 5 പ്രവാചകന്മാർ. അതിൽപ്പെട്ട ആളാണ് നൂഹ് നബി. ഒരു റിസൾട്ടും ഇല്ല, പക്ഷെ ടോപ്പാണ്. അപ്പോൾ റിസൾട്ട് നോക്കിയിട്ടല്ല, നിങ്ങൾ എത്ര എഫർട്ട് എടുക്കുന്നുണ്ട്, നിങ്ങൾ എത്ര മെനക്കെടുണ്ട്, അതാണ് പടച്ചോ നോക്കുക. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ പരീക്ഷയ്ക്ക് പഠിച്ചുമ്പോൾ ഈ ഹോസ്റ്റലിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉറങ്ങുന്നുണ്ട്. അപ്പം ഒരു കഥ അറിയാം. പണ്ട് പരീക്ഷയ്ക്ക് പഠിച്ചുമ്പം കാണാം, ഈ ഹോസ്റ്റലിൽ പഠിച്ചുമ്പം ചില ആൾക്കാർ പരീക്ഷൻ്റെ തലേന്ന് സിനിമക്ക് പോവുക, TV റൂമിൽ ഇങ്ങനെ ക്രിക്കറ്റ് കണ്ടിക്കുക. ഓല് വായിച്ചൊന്നുമില്ല. നമ്മളിങ്ങനെ തല്ലിയും കുത്തി പഠിച്ചുമ്പോൾ ഓല അങ്ങനെ ചിരിച്ചു കിടക്കണതാണ്. മാർക്ക് വരുമ്പോൾ ഓൽക്ക് നല്ല മാർക്ക്, നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് പാസ്സായി കാരം. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, എത്ര പഠിച്ചോനെ ഇപ്പോൾ ഇത്, നമ്മൾ ഇത്രയും തല കുത്തി നിന്നിട്ട് നമുക്ക് ജസ്റ്റ് പാസ്. ഇപ്പോൾ ഈ സിനിമക്ക് പോയി തലേന്ന് സിനിമക്ക് പോയവർക്കൊക്കെ ഏകദേശം 90% ഫുൾ മാർക്കൊക്കെ. സങ്കടപ്പെടണ്ട, ഇതൊന്നും മാർക്ക് നോക്കിയിട്ടല്ല, പടച്ചോൻ്റെ കൂലി. അവിടുത്തെ കൂലിയൊക്കെ എങ്ങനെ അറിയോ നിങ്ങൾ? അത് പഠിച്ച് പരീക്ഷ കുത്തരതിനനുസരിച്ചാണ് 95-100 കൊടുക്കുക. പക്ഷെ പടച്ചോൻ്റെ കോടതിയിലെ കൂലി അങ്ങനെയല്ല, മെനക്കെട്ടിനാണ്, മാർക്കിട്ടീനല്ല. മെനക്കെട്ട് എത്ര മെനക്കെട്ടു എന്നുള്ളതാണ്. അവിടെ റിസൾട്ട് നോക്കണ്ട. നിങ്ങൾ എത്ര മെനക്കെടാൻ തയ്യാറുണ്ട്, നിങ്ങൾ എത്ര മെനക്കെട്ടു. മനുഷ്യൻ അവന് പ്രവർത്തിച്ചതേ ഉണ്ടാവുള്ളൂ, നേടിയതല്ല പ്രവർത്തിച്ചത്. അതാണ്. അതുകൊണ്ട് നിങ്ങളൊന്നും നഷ്ടമല്ല പറഞ്ഞത്, ഒന്നും നഷ്ടാവില്ല. അതാണ് പടച്ചോനെ പറ്റിയുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ. മാത്രമല്ല, നിങ്ങളിപ്പോൾ ഈ ചില പെണ്ണുങ്ങൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ഈ കുറേ കുട്ടികളുള്ള പെണ്ണുങ്ങൾക്ക് പലപ്പോഴും ഒരു പരാതി എന്താ വെച്ചാലോ, ഒന്നിനും നേരല്ല, ഒരു മര്യാദയ്ക്ക് നിസ്കരിച്ചാൻ പറ്റില്ല, ഖുർആൻ ഓതാൻ പറ്റില്ല. കാരണം ഇത് നിസ്കരിച്ചുമ്പോഴത്തിന് കാണാം ഒരു കുട്ടി പുട്ടിൻ്റെ പാത്രമായിട്ട് പുട്ടും പൊടി നിസ്കാരപ്പായിലൊന്നായിട്ട് ഇടുക. നിങ്ങൾ ആലോചിക്കുന്നിട്ട് മാൻ്റെ മേലെ തല കുത്തി മാറിയ പുട്ടൊക്കെ തലയിക്കിടുക. എന്നിട്ട് അതിനെ പിടിച്ചൊന്ന് റെഡിയാക്കുമ്പോഴത്തിനോ വേറൊന്ന് സ്റ്റോർ റൂമിൽ പോയിട്ട് പത്തിരിപ്പൊടി കുളിച്ചിങ്ങനൊക്കെ ഉണ്ടാവും. സങ്കടം തന്നെയല്ലേ? ഒന്ന് മര്യാദയ്ക്ക് നിസ്കരിച്ചാനും സമ്മതിക്കൂല. ചെറിയ കുട്ടികളുള്ള സ്ത്രീകളെ കാര്യം ഭയങ്കര കഷ്ടമാണ്. അത് കുറേ ഉള്ള പറയും വേണ്ട. ഒരു മര്യാദയ്ക്ക് നിസ്കരിച്ചാനോ ഖുർആൻ ഓതാനോ ഒന്നും നഷ്ടമല്ല സഹോദരങ്ങൾ. ഞാൻ പറഞ്ഞത് നഷ്ടമല്ലതൊന്നും. കാരണം നിങ്ങൾ ആ കുട്ടിക്ക് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ, ബിസ്മില്ല പറയും കുട്ടി മോനെ എന്ന് പറഞ്ഞാൽ, അത് കുട്ടി മരിക്കോളം ഓരോ പറച്ചിൽ പറയുമ്പോൾ ഉമ്മാൻ്റെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. നിങ്ങൾ മരിച്ച് കബറിൽ മറമാടി കിടക്കുകയാണെങ്കിലും നിങ്ങളെ കുട്ടികളും പേരക്കുട്ടികളും നിങ്ങളെ കുട്ടി എൻ്റെ അമ്മ അങ്ങനെ പഠിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചാൽ ആ ഒരു ശീലം തൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ ആ തലമുറ ആ പുണ്യകർമ്മം ചെയ്യണ കാലത്തോളം ഈ പറഞ്ഞു കൊടുത്ത ഉമ്മാക്കത് കിട്ടിക്കൊണ്ടിരിക്കും. അൽ ഉമ്മു മദ്റസത്തുൻ, ഉമ്മ മദ്റസയാണെന്ന് പറയുന്നത് വെറുതല്ല.
കൂലിയാണ് കിട്ടുന്നത്. ഒരു കുട്ടി നന്നായാൽ അതിൻ്റെ കൂലിയൊക്കെ ഉമ്മാക്കാണ്. ആ കുട്ടി നിസ്കരിച്ചുമ്പോഴും നോൻപോൽക്കുമ്പോഴും അത് പ്രസംഗിക്കുമ്പോഴും അത് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, അത് അതിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നന്മകൾ ഈ ലോകത്തുണ്ടോ അതിൻ്റെ ഒക്കെ അനന്തരഫലം ഉമ്മാക്ക് കബർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതൊന്നും നഷ്ടാവില്ല. കുട്ടി ഒരു പുട്ടുംപൊടി നമുക്ക് മര്യാദയ്ക്ക് നിസ്കരിച്ചാൻ പറ്റില്ല, മര്യാദയ്ക്ക് ഇബാദത്തുകൾ ചെയ്യാൻ സമ്മതിക്കില്ല, ഈ കുട്ടികളും ഈ കടന്ന് അടങ്ങേറാകുക എന്ന് പറയും. ഒരടങ്ങേറുമില്ല. അജബല്ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിൻ്റെ കാര്യം എന്തത്ഭുതമാണ് എന്നാണ്. എന്തത്ഭുതമാണ്. ഒരു പ്രയാസം ഉണ്ടായാൽ ഓൻ ക്ഷമിക്കും, ഒരു സന്തോഷം ഉണ്ടായാൽ ഓൻ നന്ദി കാണിക്കും. രണ്ട് മോന് ഖൈറാണ്. ഇത് മുഅ്മിനല്ലാതെ വേറെ ആർക്കാതുള്ളത്? വേറെ ആർക്കാനുള്ളത്? ഇങ്ങനെ പ്രതിഫലം കൊടുക്കുക അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കാ പറ്റുക? മരിച്ച് മറമാടിക്കഴിഞ്ഞാലും നമ്മൾ ചെയ്ത നന്മക്കൊക്കെ ഇങ്ങനെ പ്രതിഫലം കബർക്ക് വരിക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും തരാൻ പറ്റും ഇങ്ങനെ കൂലി? ഇവിടെ ഗവൺമെൻറ് ഉള്ള പെൻഷൻ കുറക്കാൻ നോക്കുക, ഉള്ള പെൻഷൻ എല്ലാ ആനുകൂല്യങ്ങളൊക്കെ വെട്ടിച്ചുരുക്കാൻ നോക്കുക. പടച്ചോൻ്റെ ഇതിങ്ങനെ കൂടി വരികയാണ്, മൾട്ടിപ്ലൈ ചെയ്ത് വരികയാണ്. അത് ഇവിടുന്നല്ല, ഒരിക്കലും നിലക്കാത്ത സ്വർഗത്തിലേക്കാണ്. അവിടെ നിലക്കൂല, അവിടെ അവസാനമല്ല, ആ സ്വർഗത്തിലാണ് ഇതൊക്കെ കിട്ടാൻ പോണത്. ഇവിടെ എത്ര വലിയ മുതലാളിയാണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ അംബാനിൻ്റെ 150 കോടിൻ്റെ വീട് പറഞ്ഞാൽ, 15,000 കോടിൻ്റെ വീട് പറഞ്ഞാൽ ബോംബെയിലെ ഒരു ചെറിയ സ്ഥലത്താണത്. ഈ ദുനിയാവ് എത്ര വിശാലാണ്. ഒരു ചെറിയ മൂലക്കുള്ള പെരക്കാണ് 15,000 കോടി. അവസാനം നരകത്തുനിന്ന് ഒരു ചങ്ങായിൻ്റെ നരകത്തിൻ്റെ ലാസ്റ്റ് നരകം മൂടുന്നാണ്. പിന്നെ നരകം തുറക്കൂല, അതിലുള്ളൊരു കാലാകാലയിലാണ്. ആ മൂടിനീൻ്റെ കുറച്ച് മുമ്പ് കുറച്ച് ആൾക്കാരെ ഇന്ന് പുറത്തെടുക്കും. ലാസ്റ്റത്തെ ആൾക്കാർ, അവസാനത്തെ വണ്ടിക്ക് വരുന്ന ആൾക്കാരെ കരിക്കട്ടായിട്ടുണ്ടാവും. ഓലെ മാ ഉൽ ഹയാത്ത് തെളിച്ചിട്ട് ഓലെ ജീവൻ കൊടുക്കുന്നതാണ്. എന്നിട്ട് ഓൽക്ക് കുറച്ചൊരു സ്വർഗം കൊടുക്കും. ആ സ്വർഗമാണ് ഏറ്റവും ചെറിയ സ്വർഗം. ആ സ്വർഗത്തിലോ ഈ ദുനിയാവിൻ്റെ മുഴുവൻ ആഡംബരങ്ങളെക്കാൾ 10 ഇരട്ടി ഉണ്ടാവുന്നതാണ്. ഒരു ബോംബെയിൽ ഒരു മൂലക്കുള്ള വീടിനാ 15,000 കോടി. അപ്പോൾ ഈ ദുനിയാവും അതിലും ഇതെത്രയോ രാജാക്കന്മാർ എത്ര വലിയ ആഡംബരങ്ങൾ ഈ ലോകത്ത് അനുഭവിച്ച് പോയിട്ടുണ്ട്. നിങ്ങൾ നമ്മൾ ഈ കാണുന്ന AC ഒന്നല്ല ആഡംബരം എന്ന് പറഞ്ഞാൽ, വലിയ വലിയ കൊട്ടാരങ്ങൾ ഇതൊക്കെ ഇവിടെ കഴിഞ്ഞു പോയതാണ്. അതിൻ്റെയൊക്കെ 10 ഇരട്ടി എന്നാ പറഞ്ഞത് മിനിമം സ്വർഗം. അതും നിലക്കൂല. അവിടെ പിന്നെ വയസ്സാവൂല, അവിടെ കൊണക്കേട്, പ്രമേയം, പ്രഷർ വരൂല, സ്ട്രോക്ക് വരൂല, ക്യാൻസർ വരൂല. അവിടെ ഒരു സങ്കടമില്ല, ഒറ്റ സങ്കടം ഉണ്ടാവുള്ളൂ സ്വർഗവാസികൾക്ക്. എന്താ അറിയോ, മേലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ചും കൂടി നല്ല കാറ്റഗറിക്കാരെ കാണും. അപ്പോൾ തോന്നും കുറച്ചും കൂടിയൊക്കെ ദുന്യാവിൽ പണിയെടുക്കുന്നു. അതെന്തായാലും ആണല്ലോ, ആ ഒരു സങ്കടമാണല്ലോ. വേറൊരു വിഷമം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ ജീവിതം ഇപ്പം അവസാനിക്കും. നമ്മൾ നിരാശരാകണ്ട. ചെയ്ത പാപത്തെ പറ്റുന്ന ഒരു വിഷമവും വേണ്ട, പടച്ചോൻ പുറത്തു വരും. ഒരു പ്രയാസം വേണ്ട. ഇത് നോമ്പാണ്, ഇസ്തിഗ്ഫാറിൻ്റെ മാസമാണ്, തൗബയുടെ മാസമാണ്. ഏറ്റു പറഞ്ഞ് ബാക്കി ജീവിതം നന്നാക്കിയ പടച്ചോൻ പുറത്തു വരും. അതുകൊണ്ട് നിലപാട് നന്നാക്കി, ശിഷ്ടജീവിതം നന്നാക്കി, അള്ളി റസൂൽ എന്ത് പറഞ്ഞോ അതാണ് എൻ്റെ ജീവിതം. പടച്ചോനൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുക. അത് ഇഷ്ടമല്ലേ, പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ലേ, കുട്ടിയാൾക്ക് ഇഷ്ടമല്ലേ, ബാപ്പാക്ക് ഇഷ്ടമല്ലേ, ഉമ്മാക്ക് ഇഷ്ടമല്ലേ, നാട്ടുകാർക്ക് ഇഷ്ടമല്ലേ, പ്രശ്നമല്ല. അള്ളാഹ്ക്കും റസൂലിന് ഇഷ്ടമുള്ളത് ചെയ്യുക, അള്ളി റസൂൽ ഇഷ്ടമല്ലാത്തത് ചെയ്യാതൊക്കെ. അള്ളാഹ്ക്കും റസൂലിന് ഇഷ്ടമല്ലാത്തത് കാണുമ്പം മനസ്സിന് മനസ്സിലൊരു വിഷമെങ്കിലും വരണ്ടേ സഹോദരങ്ങളെ? അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ റമദാനിൽ നമ്മൾ എത്തുക. അതിനുള്ള മാർഗം ഖുർആനാണ്, സഹീഹായ ഹദീസാണ്. അത് പഠിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അത് പ്രബോധനം ചെയ്യുക. അത് പ്രബോധനം ചെയ്യുന്ന കൂട്ടായ്മയുടെ കൂടെ നിൽക്കുക. അതിന് അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ഒരു ചെറിയ അറിയിപ്പ്. ഈദ് കിസ്വ നമുക്കറിയാം, കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തു വരുന്ന കാര്യമാണ്. പെരുന്നാൾ സുദിനത്തിൽ പുതുവസ്ത്രം വാങ്ങാൻ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, ഒരു കുട്ടിക്ക് നമ്മളെ വകയായിട്ടൊരു ഡ്രസ്സ് കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് അത് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ കീഴിൽ കാലങ്ങളായിട്ട് നടന്നു വരുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിന് വേണ്ടി ഈ പെരുന്നാൾക്ക് എൻ്റെ വക ഒരു കുട്ടിക്ക് ഒരു ഉടുപ്പ് എന്ന മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനത്തെ നന്മകളിൽ മുന്നേറാൻ നിങ്ങൾ പരമാവധി പരിശ്രമിക്കുക. അതിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സത്യം സത്യമായി മനസ്സിലാക്കുവാനും കുഫറിനെയും അസത്യത്തെയും അസത്യമായി മനസ്സിലാക്കാനും അത് തിരസ്കരിക്കാനുമുള്ള ഒരു തൗഫീക്ക് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഗാസയിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു ഒരു പെട്ടെന്നൊരു തുറവി നൽകുമാറാകട്ടെ. ഇരു വീട്ടിലും അവരെയും നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല
വിജയിപ്പിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم احينا على الكتاب والسنة وامتنا مع الإيمان والتوبة. توفنا مسلمين وألحقنا بالصالحين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مسرف القلوب سرف قلوبنا على طاعتك. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.